ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا مصطفى محمد صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح من تزكى صدق الله العلي العظيم وقال سيدنا رسول الله صلى الله عليه وسلم إذا كان يوم القيامة بعث الله قوما عليهم ثياب خضر بالأجنحة حضرا فيستسقون على حيطان الجنة صدق رسوله الكريم محمد مصطفى صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ ഈ റമദാൻ പ്രഭാഷണത്തിൻ്റെ പള്ളിക്കുന്ന് എസ്കേഎസ്എഫ് യൂണിറ്റ് ഭാരവാഹികൾ, എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന നല്ലവരായ ഉമ്മമാരെ, പെങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് സ്വൽഹായ ശുക്രമായി സ്വീകരിക്കുമാറാവട്ടെ. ആദ്യമായി ക്ഷമ ചോദിക്കുകയാണ്. അല്പം ദൂരത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് അല്പം സമയം വൈകിയിട്ടുണ്ട്. അല്ലാഹു തആല നല്ലത് പറയാനും നല്ലത് ചിന്തിക്കാനും നല്ലതിനു വേണ്ടി പ്രയത്നിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം നമ്മിലേക്ക് കടന്നു വന്നു. ആ റമദാനിൻ്റെ ഒന്നാമത്തെ 10 നമ്മോട് വിട പറഞ്ഞു. എത്ര പെട്ടെന്നാണ് റമദാനിൻ്റെ ഒന്നാമത്തെ 10 നമ്മോട് വിട പറഞ്ഞത്. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൻ്റെ രണ്ടാമത്തെ 10ലേക്ക് നാം കാലെടുത്ത് നോക്കുമ്പോൾ ആ റമദാൻ നമ്മോട് 10 ദിവസം നമ്മോട് വിട പറയുമ്പോൾ എങ്ങനെയായിരുന്നു ആ റമദാനെ നാം ഉപയോഗപ്പെടുത്തിയത് എന്ന് നമ്മുടെ ഹൃദയത്തോട് തന്നെ ആത്മസംസ്കരണം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കാണിച്ചു തന്ന ദീനിൻ്റെ മാർഗങ്ങൾ അതിൻ്റെ ഹക്കായ രീതിയിൽ കൊണ്ട് നടന്നിട്ട് ആ ദീനിന് വേണ്ടി പ്രയത്നിച്ചിട്ട് അവസാനം ആ ദീനിൻ്റെ പേരിലായി മരിക്കുന്ന സത്യവിശ്വാസികൾ നാം ഉൾപ്പെടണം. അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതം മുഴുവൻ മാറ്റിവെക്കേണ്ടതെന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയമുള്ള ഒരു പരിശുദ്ധ റമദാൻ നമ്മോട് വിട പറയുമ്പോൾ, ആ റമദാൻ വിട പറയുമ്പോൾ ഒരു പിഞ്ചു പൈതലിൻ്റെ ഹൃദയം എങ്ങനെയാണോ അതുപോലെ നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടെ ആത്മസംസ്കരണം, നമ്മുടെ ആത്മാവിൻ്റെ സംസ്കരണത്തോടുകൂടെ ആത്മാവിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഒരു നിഷ്കളങ്കമായ ഒരു കളങ്കത്തിൻ്റെ ഒരു പൊടി പോലും ഇല്ലാത്ത രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതമെന്ന് എൻ്റെ പ്രിയമുള്ളവർ പരിശുദ്ധ റമദാൻ വിട പറയുമ്പോൾ നമ്മുടെ ഹൃദയമായി ആകി മാറേണ്ടതെന്ന് ആദ്യം പറയുകയാണ്. ഒരൊറ്റ ചരിത്രത്തിലൂടെ നമുക്ക് വിശുദ്ധിലേക്ക് കടക്കാം. ആദരമായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഹാബി വര്യനായ ബഹുമാനപ്പെട്ട സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന സ്വഹാബിയെ വിളിച്ചുകൊണ്ട്
അവിടുന്ന് തൻ്റെ കൂട്ടുകാരൻ ഒരു അൻസാരിയായ സ്വഹാബിയെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറയുകയാണ്. ആ അൻസാരിയായ സ്വഹാബിയെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറയുമ്പോൾ അവിടുന്ന് അൻസാരിയായ സ്വഹാബിയെ വിളിക്കാൻ വേണ്ടി സഅലബ റളിയല്ലാഹു തആല അൻഹു കടന്നു ചെല്ലുകയാണ്. അവിടത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അൻസാരിയായ സ്വഹാബി വീട്ടിലില്ലായിരുന്നു. അവിടുന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആജ്ഞപ്രകാരം സഅലബ തങ്ങൾ അൻസാരിയായ സ്വഹാബിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ അൻസാരിയായ സ്വഹാബി അവിടെ ഇല്ലായിരുന്നു. മറിച്ച് അൻസാരിയായ സ്വഹാബിയുടെ ഭാര്യ കുളിക്കുന്നത് അറിയാതെ കണ്ടുപോവുകയാണ്. അവിടുന്ന് ഭാര്യ കുളിക്കുന്നത് കണ്ടുപോകുമ്പോൾ സഅലബ തങ്ങൾ ആ പെണ്ണിൻ്റെ ഔറത്ത് കണ്ടുപോവുകയാ. അതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട കണ്ണുകൊണ്ട് ഹറാമ് കണ്ടുപോയ കണ്ണുകൊണ്ട് ഇനി ഞാൻ ഈ മുത്തുനബി തങ്ങളെ ഞാൻ കാണൂല എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട സഅലബ തങ്ങൾ മദീന വിടുകയാണ്. മദീനയിൽ നിന്ന് വിദൂരത്തുള്ള പർവ്വതത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടുന്ന് സഅലബ തങ്ങളെ കടന്നു ചെല്ലുമ്പോൾ 40 ദിവസമായി റസൂലുള്ളാഹി തങ്ങൾ സഅലബ തങ്ങൾ അന്വേഷിക്കുകയാണ്. 40 ദിവസമായി നബി തങ്ങൾ സഅലബ തങ്ങൾ അന്വേഷിക്കുകയാണ്. ഓരോ ദിവസം അല്ലാഹുവിൻ്റെ റസൂൽ അവിടുന്ന് സ്വഹാബാക്കളോട് ചോദിക്കും, യാ സ്വഹാബാ, എൻ്റെ സഅലബ എവിടെയാ സ്വഹാബ, സഅലബ എവിടെയാ സ്വഹാബ. അവിടുന്ന് സ്വഹാബാക്കൾ കൈമലർത്തുമ്പോൾ അവസാനം ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മദീനത്തെ മസ്ജിദിൽ നിന്ന് എല്ലാ ദിവസവും നമസ്കാരങ്ങൾക്ക് ശേഷം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. കാരണം സഹാബത്തിനാർക്കും അറിയില്ല സഅലബ തങ്ങൾ എവിടെയാണെന്ന്. അവസാനം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ നബിയേ, സഅലബ തങ്ങൾ ഇന്നാലിന്ന പർവ്വതത്തിലുണ്ട് നബിയേ, ആ പർവ്വതത്തിലേക്ക് കടന്നു ചെല്ലണം നബിയേ, അവിടത്തേക്ക് ആളെ പറഞ്ഞേക്കണമെന്ന് പറയുമ്പോൾ അവിടുന്ന് മുത്തുനബി തങ്ങൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറയുകയാ, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെയും സൽമാൻ ഫാരിസ് തങ്ങളെയും വിളിച്ചുകൊണ്ട് ആ പർവ്വതത്തിലേക്ക് കയറി ചെല്ലാൻ പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ അവിടത്തേക്ക് ഉമർ റളിയല്ലാഹു തആല അൻഹു സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും ആ പർവ്വതത്തിലേക്ക് കടന്നു ചെല്ലുന്നു. പർവ്വതം ഒട്ടാകെ തിരയുന്നു, എവിടെയും കാണാനില്ല. ഒരുപാട് തിരഞ്ഞു, എവിടെയും കാണാനില്ല. അവസാനം ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആജ്ഞപ്രകാരം ആ പർവ്വതത്തിലേക്ക് കയറുന്ന ഉമർതങ്ങളെ അവിടുന്ന് ആട്ടിടയനെ കണ്ടുമുട്ടുകയാണ്. ആട്ടിടയനോട് പറഞ്ഞു, സഅലബാനെ കണ്ടിട്ടുണ്ടോ? അവിടുന്ന് ആട്ടിടയൻ പറയുന്നു, ഉമറേ, സഅലബ ആരെന്ന് പോലും എനിക്കറിയില്ല ഉമറേ, സഅലബ ആരെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഈ പർവ്വതത്തിൻ്റെ നിരകളിൽ ഒരാളല്ലാതെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല, ഒരാളല്ലാതെ മറ്റൊരാളെ ഞാൻ ഈ പർവ്വതത്തിൻ്റെ നിരകളിൽ ഞാൻ കണ്ടിട്ടില്ല ഉമറേ. അവിടുന്ന് ആട്ടിടയന് പറയുന്നു, ഉമറേ, എല്ലാ ദിവസവും വൈകുന്നേര സമയമാകുമ്പോൾ ഇവിടത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരാറുണ്ട്. ആ ചെറുപ്പക്കാരൻ്റെ പ്രത്യേകത എന്തെന്നാ, ആ ചെറുപ്പക്കാരൻ എല്ലാ ദിവസവും വൈകുന്നേര സമയത്ത് ആ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് 2 കൈയും പടച്ചവനിലേക്ക് ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്നു, ഈ ചെറുപ്പക്കാരൻ ദുആ ചെയ്യുന്നു, ഞാനൊരു തെമ്മാടിയാമെന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യുകയാണ്. അവിടുന്ന് ആ ചെറുപ്പക്കാരൻ്റെ അവസ്ഥകൾ മാറുകയാണ്. അദ്ദേഹം അട്ടഹസിക്കാൻ തുടങ്ങുകയാണ്. അവസാനം ആ മദീനയിലെ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ നിലത്ത് കടന്ന ആ ചെറുപ്പക്കാരൻ കടന്ന് ഉരുളുകയാണ്. അദ്ദേഹത്തിൻ്റെ കളി കണ്ട ഭ്രാന്തനെ പോലെ തോന്നിപ്പോകുമെന്ന് ആ ആട്ടിടൻ ബഹുമാനപ്പെട്ട ഉമർ തങ്ങളോട് പറയുമ്പോൾ
ആ ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്നു, ഉമർ തങ്ങൾ പറയുന്നു, ആ മനുഷ്യനെ കാണണമല്ലോ. വൈകുന്നേര സമയം വരെ ഉമർ തങ്ങളും സൽമാൻ ഫാരിസ് തങ്ങളും അവിടെ കാത്തിരിക്കുകയാണ്. അവസാനം വൈകുന്നേര സമയം കഴിഞ്ഞപ്പോ അവിടത്തേക്ക് കടന്നു വരുന്നു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. ആ ചെറുപ്പക്കാരനെ കണ്ട ഉടനെ ഉമർ തങ്ങൾ ചോദിക്കുകയാണ്, എന്ത് പറ്റി? അവിടുന്ന് ആ ചെറുപ്പക്കാരൻ എന്ത് ചെയ്യാതെ കടന്നു വരുന്നു. അവസാനം രണ്ട് കൈയും പടച്ചിറപ്പിലേക്ക് ഉയർത്തിക്കൊണ്ട് അവിടുന്ന് ദുആ ചെയ്യുകയാണ്, എന്റെ കണ്ണുകൾ വിചരിച്ചു ഉമർ തങ്ങൾക്ക് മനസ്സിലായി ഇത് സഅലബയാണെന്ന് മനസ്സിലാവുകയാണ്. എങ്ങനെയുള്ള ചെറുപ്പക്കാരനാണെന്നറിയോ? സഅലബ തങ്ങൾ തടിച്ച തൊടുത്ത യുവാവായിരുന്നു, വളരെ സുന്ദരനായ ചെറുപ്പക്കാരനായിരുന്നു. പക്ഷേ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ 40 ദിവസമായി സഅലബ തങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ശരീരമാകെ മെലിഞ്ഞൊട്ടിയ അവസ്ഥയാണ്, അദ്ദേഹത്തിന്റെ വസ്ത്രമാകെ മുഷിഞ്ഞു പോയ അവസ്ഥയാണ്. അവിടുന്ന് സഅലബ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുടിയാകെ ജട പിടിച്ചതാ. അവിടുന്ന് ഉമർ തങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവസാനം ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആജ്ഞപ്രകാരം വന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്നു, സഅലബ തങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല. അവിടുന്ന് സഅലബ തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ ഈ സഅലബ വിചാരിയാണ് അല്ലാഹ്, ഈ സഅലബയുടെ കണ്ണുകൾ ഹറാം കണ്ടുപോയി അല്ലാഹ്, നീ പൊരുത്തപ്പെട്ട് തരണം അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പടച്ചറപ്പിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന സഅലബ തങ്ങളെ അവിടുന്ന് സഅലബ തങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് ഉമർ തങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. സഅലബ തങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടുത്തെ അവസ്ഥ മാറുകയാണ്. സഅലബ തങ്ങളുടെ അവസ്ഥ മാറുകയാണ്. സഅലബ തങ്ങൾ എന്ത് ചെയ്തെന്നറിയോ? അവിടുന്ന് നിലത്ത് കടന്ന് ഉരുളാൻ തുടങ്ങി, അട്ടഹസിക്കാൻ തുടങ്ങി. സഅലബ തങ്ങൾ ഭ്രാന്തനെ പോലെ കളിക്കുകയാണ്. അട്ടഹസിച്ച് നിലത്ത് കടന്ന് മദീനയിലെ മണലാരണ്യത്തില് ചുട്ടുകൊള്ളുന്ന മണലാരണ്യത്തിൽ കടന്ന് സഅലബ തങ്ങൾ ഉരുളാൻ തുടങ്ങി. അവസാനം ആദരവായ പ്രവാചകന്റെ പേര് കേട്ടിട്ട് സഅലബ തങ്ങൾ നിർത്തുകയാണ്. അവിടുന്ന് ഉമർ റളിയല്ലാഹു തആല പറയുന്നു, സഅലബ അല്ലാഹുവിന്റെ റസൂൽ അന്വേഷിക്കുന്നുണ്ട്. ഉരുളുന്ന സഅലബ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ പേര് കേട്ടപ്പോൾ അവിടുന്ന് പെട്ടെന്ന് നിർത്തുകയാണ്, തിരിഞ്ഞു നോക്കുകയും അവിടുന്ന് ഉമർ റളിയല്ലാഹു അൻഹു കണ്ടപാടെ കെട്ടിപ്പിടിക്കുകയാണ്. ഉമർ തങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയാണ് സഅലബ തങ്ങൾ. അവിടുന്ന് പൊട്ടിക്കരയുന്ന സഅലബ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ തങ്ങൾ പറഞ്ഞു, എന്ത് സഅലബ, എന്ത് പറ്റി സഅലബ എന്ന് അവിടുന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോൾ സഅലബ റളിയല്ലാഹു അൻഹു മറുപടി ഒന്നും പറഞ്ഞില്ല. അവിടുന്ന് കരച്ചിലാണ്, ഒരേ കരച്ചിലാണ്. അവസാനം ആദരമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുന്നുണ്ട്, 40 ദിവസമായി സഅലബ നിന്റെ പ്രവാചകനെ കാത്തിരിക്കുന്നു എന്ന് ഉമർ തങ്ങൾ സഅലബ തങ്ങളോട് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേര് കേട്ടപ്പോൾ സഅലബ തങ്ങളെ കരച്ചിൽ കൂടുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് സഅലബ തങ്ങൾ പറയുന്നു, ഉമറേ എന്റെ പ്രവാചകനെ കുറിച്ച് ഓർമ്മിപ്പിക്കല്ലോ ഉമറേ, എന്റെ റസൂലിനെ കുറിച്ച് ഓർമ്മിപ്പിക്കല്ലോ ഉമറേ. ആ റസൂലുള്ളാഹി തങ്ങളെ കാണാതിരിക്കാൻ വേണ്ടിയാ ഇങ്ങോട്ട് ഞാൻ കടന്നു വന്നത് ഉമറേ, അതിനു വേണ്ടിയാ മദീന വിട്ടു വന്നത്. കാരണം എന്റെ കണ്ണുകൾ ഹറാം ചെയ്തു പോയി ഉമറേ. അവിടുന്ന് പ്രവാചകനെ കുറിച്ച് ബഹുമാനപ്പെട്ട സഅലബ തങ്ങൾ പറയുമ്പോൾ അവിടുന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, പറ്റൂല സഅലബ, റസൂലുള്ളാഹി തങ്ങളെ കാത്തിരിപ്പാണ്. സഅലബ തങ്ങൾ സമ്മതിക്കുന്നില്ല. അവസാനം സഅലബ റളിയല്ലാഹു തആല അൻഹുവിനെ ഉമർ തങ്ങളും സൽമാൻ ഫാരിസ് തങ്ങളും ബലമായി പ്രയോഗിച്ച് ബലമായി പിടിച്ചുകൊണ്ടുവരികയാണ് ഇലാ ഹദറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മദീനത്തെ മസ്ജിദ് നബവിയിലേക്ക് സഅലബ തങ്ങളെ കയറ്റുമ്പോൾ അവിടുന്ന് സഅലബ തങ്ങൾക്ക് 2 കാലിൽ നിൽക്കാൻ കഴിയുന്നില്ല, തളർന്നു പോവുകയാണ്. മസ്ജിദ് നബിയുടെ മൂലയിലേക്ക് പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയായ മസ്ജിദ് നബിയുടെ മൂലയിലേക്ക് സഅലബ തങ്ങളെ കൊണ്ടുപോയി ഇരുത്തുകയാണ്. അവിടുന്ന് റസൂലുള്ളാഹി തങ്ങൾ ളുഹർ നമസ്കാരത്തിന്റെ ജമാഅത്തിലാണ്. ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ളുഹർ നമസ്കാരത്തിന്റെ ജമാഅത്തിലാണ്. ആ നമസ്കാരം കഴിഞ്ഞ അവിടുന്ന് റസൂലുള്ളാഹി തങ്ങൾ എല്ലാ ദിവസവും 40 ദിവസമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമുണ്ട്.
ആ ചോദ്യം ആദരമായ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുകയാണ്, യാ സ്വഹാബാ, എൻ്റെ സഅലബാനെ കണ്ടവരുണ്ടോ സ്വഹാബ, എൻ്റെ സഅലബാനെ കണ്ടവരുണ്ടോ സ്വഹാബ എന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ ഓടുന്നു സഹാബത്ത് കൈമലർത്തുമ്പോൾ അവസാനം റളിയല്ലാഹു തആല അൻഹു പിന്നിൽ നിന്നും പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇതാ സഅലബ വന്നിട്ടുണ്ട്, മസ്ജിദ് നബിയുടെ മൂലയിൽ ഇരിക്കുന്നു സഅലബ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ഉമർ തങ്ങൾ പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ നാം ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. അവിടുന്ന് റസൂലുള്ളാഹി തങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, അത് സഅലബയാണെന്ന് മുത്തനബി തങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നു, ഇവിടെയാണ് എൻ്റെ സഅലബ. അവിടുന്ന് സ്വഹാബാക്കളെല്ലാവരും ഒരുമിച്ച് കൂടി റസൂലുള്ളാഹി തങ്ങളുടെ പിന്നാലെ സഅലബ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സഅലബ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅലബ തങ്ങളുടെ ചാരത്തെത്തിയപ്പോൾ സഅലബ തങ്ങളുടെ അവസ്ഥ എന്തെന്നോ, തളർന്നു പോയിട്ട് ഭൂമിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. മദീനയിലെ മസ്ജിദ് നബിയുടെ മണലാരണ്യത്തിൽ കിടക്കുകയാണ്. അന്ന് പള്ളിയിലൊന്നും ടൈൽസൊന്നുമില്ല, അന്ന് മരുഭൂമിയിലാണ് പള്ളികൾ കെട്ടുന്നത്, നിലത്താണ് നമസ്കരിക്കാറ്. അവിടുന്ന് റസൂലുള്ളാഹി തങ്ങളുടെ മസ്ജിദ് നബവിയുടെ ഉള്ളിലെ സഅലബ തങ്ങൾ ഇരിക്കുമ്പോൾ അവിടത്തേക്ക് റസൂലുള്ളാഹി തങ്ങൾ ചെന്നു. സഅലബ തങ്ങൾ പ്രവാചകനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നിലത്തേക്ക് മുഖം കുത്തി കിടക്കുകയാണ്, അവിടെ കിടക്കുകയാണ്. ശരിയായ വണ്ണം എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാതെ അവിടുന്ന് സഅലബ തങ്ങളെ കിടക്കുമ്പോൾ ആദരവായ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുന്നു, സഅലബ, എന്തേ സഅലബ, എന്നോട് പണക്കമാണോ സഅലബ? റസൂലുള്ളാഹി തങ്ങൾ ഒന്നാമതും വിളിച്ചു, സഅലബ തങ്ങൾ മറുപടി കൊടുത്തില്ല. രണ്ടാമതും മുത്തനബി തങ്ങളെ വിളിച്ചു, മറുപടി കൊടുത്തില്ല. മൂന്നാമതും വിളിച്ചു, മറുപടി കൊടുത്തില്ല. അവസാനം മുത്തനബി തങ്ങളെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, സഅലബ, എന്നോട് പണക്കമാണോ, എന്നോട് പണക്കമാണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ടമിടറുന്ന ശബ്ദം കേട്ടപ്പോ സഅലബ തങ്ങളെ തലയുയർത്തി നോക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളാണല്ലോ. അവിടുന്ന് ഒന്നും മിണ്ടിയില്ല, പൊട്ടിക്കരയുകയില്ലാതെ ഒന്നും മിണ്ടിയില്ല. മുത്തനബി തങ്ങൾ സഅലബ തങ്ങളുടെ ചാരയിരുന്നു. നബി തങ്ങളുടെ പുണ്യമാകപ്പെട്ട കൈകളെ കൊണ്ട് സഅലബ റളിയല്ലാഹു തആല അൻഹുവിന്റെ തലയിലങ്ങ് തലോടുകയാണ്. അവിടുന്ന് തലയിലേക്ക് തലോടിയപ്പോ റസൂലുള്ളാഹിന്റെ കൈയെടുത്ത് മാറ്റുന്ന സഅലബ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സഅലബ തങ്ങളുടെ ചാരത്തേക്ക് നീങ്ങിയിരുന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സഅലബ തങ്ങളുടെ തലയെടുത്തുകൊണ്ട് തന്റെ മടിയിലേക്ക് എടുത്തു വെക്കുമ്പോൾ ആ തലയും സഅലബ തങ്ങൾ എടുത്തു മാറ്റുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മടിയിൽ നിന്ന് തലയെടുത്ത് മാറ്റുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തേ സഅലബ, എന്ത് പറ്റിപ്പോയി സഅലബ? എന്നോട് പിണങ്ങിയോ സഅലബ? അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ടമിടറുന്ന ശബ്ദം കേട്ടിട്ട് സഅലബ തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, ഈ ദേഷ്യം കൊണ്ടല്ല നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, ഈ സഅലബ വിചാരിയാണ് നബിയേ. അറിയാതൊരു പെണ്ണിന്റെ ഔറത്തിലേക്ക് നോക്കിപ്പോയി, അതിന്റെ പേരിലാണ് ഞാൻ ഇത്രമേ കഷ്ടപ്പെടുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ അവിടുന്ന് പൊട്ടിക്കരയുന്ന സഅലബയെ നോക്കിക്കൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വിഷമിക്കണ്ട സഅലബ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിയിലെ കടന്നിട്ട് സഅലബ തങ്ങൾ പൊട്ടിക്കരയുകയാണ്. സഅലബ തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ കൈ ഞാൻ പിടിച്ചു മാറ്റിയത്, അങ്ങയുടെ മടിയിൽ നിന്ന് തല ഞാൻ എടുത്തു മാറ്റിയത് കാരണം എന്തെന്നറിയണോ നബിയേ? ഈ സഅലബ വിചാരിയാ നബിയേ. ഈ സഅലബക്ക് വേണ്ടി, ഈ സഅലബക്ക് അങ്ങ് നിൽക്കുന്ന മദീനയിലെ മണലാരണ്യത്തിന്റെ ഒരു തരി മണലിന്റെ വില പോലും ഇന്നില്ല നബിയേ. ഈ സഅലബ വിചരിച്ചു എന്ന് പറയുമ്പോ അവിടുത്തെ കണ്ണുകൾ വിചരിച്ചു എന്ന് പറഞ്ഞിട്ട് സഅലബ തങ്ങൾ പൊട്ടിക്കരച്ചിലാണ്. അല്ലാഹുവിന്റെ റസൂലും കരയുന്നു, കൂടെയുള്ള സ്വഹാബത്തും കരയുന്നു. അവിടുന്ന് പ്രവാചകർ പറയുന്നു, സഅലബ, ഖദ് ഗഫറല്ലാഹു ലക യാ സഅലബ, അല്ലാഹു തആലക്ക് പൊരുത്തപ്പെട്ടിട്ടുണ്ട്. സഅലബ തങ്ങളോട് പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സഅലബ അല്ലാഹു തആലക്ക് പൊരുത്തപ്പെട്ട് നിന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവർ അവിടുന്ന് സഅലബ തങ്ങൾക്ക്
വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവിടുന്ന് സഅലബ തങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവിടുന്ന് ഹൃദയം പൊട്ടി പ്രവാചകന്റെ മടിയിൽ കിടന്ന് അവിടുന്ന് വഫാത്തായി പോവുകയാണ് സഅലബ റളിയല്ലാഹു അൻഹു. ആദരവായ പ്രവാചകന്റെ മടിയിൽ കിടന്ന് വഫാത്താകാൻ ലഭിച്ച ഒരേ ഒരു സ്വഹാബിയാണ് സഅലബ റളിയല്ലാഹു അൻഹു. അവിടുന്ന് സഅലബ ഇബ്നു അബ്ദുറഹ്മാൻ എന്ന സ്വഹാബി വഫാത്തായപ്പോൾ പ്രവാചകന് വല്ലാതെ സങ്കടമായി. റസൂലുള്ളാഹി തങ്ങൾക്ക് സഹിക്കവയ്യാതെ സങ്കടമായി. റസൂലുള്ളാഹി അവിടുന്ന് പൊട്ടി കരയാണ്. അവിടുന്ന് പ്രവാചകന്റെ കരച്ചിൽ കണ്ടുകൊണ്ട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, എന്റെ നബിയെ എന്റെ ഇങ്ങനെ കരയാണെന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പ്രവാചക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളോട് പറയുന്നു, സ്വഹാബ എൻ്റെ സഅലബാന്റെ അവസ്ഥ കണ്ടിട്ട് അവിടുത്തെ മാലാഖമാർ പോലും കരയാണ് സ്വഹാബ, പിന്നല്ലേ ഞാൻ കരയാതിരിക്കുന്നത്, മാലാഖമാരെ കരച്ചിൽ കണ്ടിട്ടാണ് ഞാൻ കരയുന്നതെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരോടൊന്ന് സഹാബത്തിനോട് പ്രവാചകൻ പറയുന്നു, സ്വഹാബ എൻ്റെ സഅലബന്റെ സഅലബയാണ്, ഈ സഅലബന്റെ സഅലബയാണ്, സഅലബക്ക് വേണ്ടി ഞാൻ മയ്യത്ത് കുളിപ്പിക്കും, സഅലബാനെ ഞാൻ കഫൻ മുടവ ചെയ്യും, അവസാനം എൻ്റെ സഅലബക്ക് വേണ്ടി മയ്യത്ത് നമസ്കാരം ഞാൻ നിസ്കരിക്കും സ്വഹാബ, എൻ്റെ കൈകളെ കൊണ്ട് സഅലബ തങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോൾ നബി തങ്ങളെ അവസ്ഥ കണ്ട് സ്വഹാബാക്കൾ കരച്ചിലാണ്. അവിടുന്ന് സ്വഹാബാക്കൾ സമ്മതം കൊടുത്തു. റസൂലുള്ളാഹി തങ്ങൾ സഅലബ തങ്ങളെ കുളിപ്പിച്ചു. അവിടുന്ന് നബി തങ്ങളെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. അവസാനം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തൃക്കരങ്ങളെ കൊണ്ട് സഅലബ തങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ നബി തങ്ങൾ ഒരേ കരച്ചിലാണ്. നബി തങ്ങൾ വല്ലാതെ കരച്ചിലാണ്. പൊട്ടിക്കരയുന്ന നബിയെ സ്വഹാബാക്കൾ സമാധാനപ്പെടുത്തുന്നു. അവസാനം നബി തങ്ങൾ ദുആ ചെയ്യുന്നു, അല്ലാഹ് എൻ്റെ സഅലബാനെ സുഖലോക സ്വർഗ്ഗത്തിലെ ചെറുപ്പക്കാരുടെ അമീറാക്കണേ അല്ലാഹ്. അവിടുന്ന് നബി തങ്ങൾ ദുആ ചെയ്ത് അവിടുന്ന് ഖബറിന്റെ ചാരന്ന് മുത്തുനബി തങ്ങൾ പിരിയുമ്പോൾ സങ്കടം അടിക്കാനാകാതെ റസൂലുള്ളാഹി തങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ ഈ ഒരു ചരിത്രത്തിലുള്ള മനസ്സിലാക്കേണ്ടതെന്താണ്? ഇവിടെയാണ് ആത്മസംസ്കരണം നടത്തേണ്ടത്. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു കണ്ണ് കൊണ്ട് ഹറാം അറിയാതെ കണ്ടതിൻ്റെ പേരിൽ സഅലബ തങ്ങൾ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്നത് 40 ദിവസമാണ്. 40 ദിവസമാണ് പടച്ച റബ്ബിലേക്ക് തൗബ ചെയ്തത്. എൻ്റെ പ്രിയമുള്ളവരെ, ദുനിയാവ് വെടിഞ്ഞ സഅലബ തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സഅലബ തങ്ങളുടെ കൂടെ സുലോക സ്വർഗ്ഗത്തെ എല്ലാവരും ഒരുമിച്ച് കൂടുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സഅലബ തങ്ങളുടെ സ്വർഗ്ഗത്തിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തിയിരുമാറാവട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട സഅലബ തങ്ങൾ വഫാത്തായപ്പോൾ അവിടുന്ന് പ്രവാചകർ കരയാൻ കാരണം സഅലബ തങ്ങളുടെ ആത്മസംസ്കരണം കൊണ്ടാണ്. സഅലബ തങ്ങളുടെ ഹൃദയത്തിൻ്റെ ആത്മാവിൻ്റെ സംസ്കരണം കൊണ്ടാണ്. ആത്മാവ് എന്ന് പറയുമ്പോൾ അതിനെ സംസ്കരിക്കണം. ആ ആത്മാവിനെ സംസ്കരിക്കാൻ വിശ്വാസി ലോകം കാത്തിരിക്കുന്ന പരിശുദ്ധമായ വിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ റമദാനാണ് ആത്മാവിനെ സംസ്കരിക്കാൻ ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും നല്ല സമയവും ഏറ്റവും നല്ല മാസവും പരിശുദ്ധ റമദാനാണ്. ആ റമദാൻ്റെ ഓരോ ദിനരാത്രിയും നമ്മളോട് വിട പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട സഅലബ തങ്ങൾ, ആ സഅലബ തങ്ങൾ ഒരു ഹറാമ് കണ്ടതിൻ്റെ പേരിൽ സഅലബ തങ്ങൾ 40 ദിവസം പട്ടിണി കടന്നെങ്കിൽ നാം എത്ര ദിവസം പട്ടിണി കിടക്കണം? പരിശുദ്ധ റമദാൻ കടന്നു കൊണ്ടുപോയി നമ്മുടെ കണ്ണുകൊണ്ട് നാം എത്ര ഹറാമ് കാണുന്നു, നമ്മുടെ ഹൃദയങ്ങളെ കൊണ്ട് നാം എത്ര ഹറാമുകൾ ചിന്തിച്ചു പോകുന്നു. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ് ആത്മസംസ്കരണത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ഒരുങ്ങാൻ പറ്റിയ മാസം പരിശുദ്ധ റമദാനാണ്. അതുകൊണ്ടാണ് ഗസാലി റഹിമഹുല്ലാ പറയുകയാണ്, റൂഹിനെ ശുദ്ധിയാക്കാനുള്ള മാസമാണ് പരിശുദ്ധ റമദാൻ എന്ന്, ആത്മസംസ്കരണത്തിൻ്റെ മാസമാണ് ആ പരിശുദ്ധ റമദാൻ എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഗസാലി റഹിമഹുല്ലാ തആല പറയുകയാണ്. എന്താണ് ആത്മാവ് എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനോട് ചോദിക്കുമ്പോൾ വ്യക്തമായ രീതിയിൽ അവിടുന്ന് ഖുർആൻ പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വയസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ ആത്മാവിനെ കുറിച്ച്, ആത്മസംസ്കരണത്തെ കുറിച്ച് അവിടുന്ന് അവർ ചോദിക്കുമേ. അല്ലാഹു തആല പറയുകയാണ്, ആത്മസംസ്കരണത്തെ കുറിച്ച് അവർ ചോദിക്കുമ്പോൾ ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, റൂഹെന്നാൽ പടച്ച റബ്ബിന്റെ കാര്യത്തിൽ നിന്നാണ്, അല്ലാഹുവിന്റെ കാര്യത്തിൽ നിന്നാണ്, റബ്ബിൽ നിന്നാണ് ആത്മസംസ്കരണം എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പരിശുദ്ധ ഖുർആൻ പ്രവാചകനോട് കൽപ്പിക്കുമ്പോൾ വമാ ഊതീതും മിൻ ഇൽമി ഇല്ലാ ഖലീലാ,
പരിശുദ്ധമാകപ്പെട്ട ഇൽമിനെ നിങ്ങൾക്ക് കുറച്ചല്ലാതെ നൽകിയിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആൻ നമ്മോട് ഓതി തരുന്നത് യസ്അലൂനക അനിർ ഖുൽ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. പരിശുദ്ധമായ ഖുർആൻ തന്നെ ആത്മാവിൻ്റെ പല ഘട്ടങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ആത്മാവ് നഫ്സുൽ ലവ്വാമ, നഫ്സുൽ അമ്മാറ, നഫ്സുൽ മുത്മഇന്ന എന്ന പല ദറജകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ഏറ്റവും ഉന്നതി നമ്മെ എത്തിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാൻ നമ്മോട് വിട പറയുമ്പോൾ ആ റമളാൻ ആത്മസംസ്കരണത്തിൻ്റെ ഏറ്റവും പുണ്യമായ മാസം റമളാനായി കണക്കാക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവർ ആത്മാവിനെ സംസ്കരിച്ചവർക്ക് വിജയം കൈവരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ആത്മാവിനെ സംസ്കരിച്ച് ഹൃദയം നല്ല നിഷ്കളങ്കമായ ഹൃദയമാക്കി ഒരു കളങ്കവുമില്ലാത്ത പുണ്യമായ തങ്കപ്പെട്ട ഹൃദയമാക്കിയാലേ അവർക്ക് വിജയമുള്ളെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആ ആത്മാവിനെ ആരെങ്കിലും തസ്കിയത്ത് ചെയ്തോ അവൻ വിജയിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. എങ്ങനെ ആത്മാവിന് തസ്കിയത്ത് ചെയ്യാം? ആത്മാവിനെ സംസ്കരിക്കൽ എങ്ങനെയാണ്? ആത്മസംസ്കരണത്തിൻ്റെ പരിശുദ്ധ റമളാൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആത്മാവിനെ സംസ്കരിക്കൽ? അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ തന്നെ അതിനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരുന്നു. ആ പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയാണ് ആത്മാവിനെ സംസ്കരിച്ചാലേ വിജയമുള്ളൂ എന്ന് ഖുർആൻ പറയുമ്പോൾ ഖദ് അഫ്ലഹ മൻ സക്കാഹ. മറ്റൊരിടത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ് ഖദ് അഫ്ലഹ മൻ തസക്ക. ആത്മാവിനെ സംസ്കരിക്കാനും സ്ഫുടകം ചെയ്തെടുക്കാനും ഏറ്റവും അനുയോജ്യമായ റമളാൻ വിശുദ്ധ റമളാനാണെന്ന് പറയാൻ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാരണം മനുഷ്യ മനസ്സുകളെ ദുർവൃത്തിയിലേക്ക് കണ്ടുപോകുന്ന ഇബ്ലീസ് ലഅനത്തുല്ലാഹി തആല. ഇബ്ലീസ് ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ലഅനത്ത് ഇബ്ലീസിന്റെ മേൽ ഉണ്ടാകട്ടെ എന്ന് നാം ദുആ ചെയ്യണം. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മെ എല്ലാവരും ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റിന് കാരണം നമ്മളല്ല, മറിച്ച് ഇബ്ലീസാണ് കാരണം. ആ ഇബ്ലീസ് നമ്മെ തെറ്റിലേക്ക് നയിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം തെമ്മാടിത്തത്തിലേക്ക് പോകുന്നത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ആ ഇബ്ലീസിനെ പൈശാചികമായ ദുർബോധനങ്ങൾ ശക്തികളിൽ നിന്ന് ഈ ദുനിയാവിൻ്റെ മുഖത്ത് നിന്നും ഒഴിവാക്കുകയാണ് പടച്ചറപ്പ്. പരിശുദ്ധ റമളാൻ കടന്നു വരുമ്പോൾ ആ റമളാൻ നാം ചെയ്യുന്ന എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ഇബ്ലീസിനെ ഇവിടുന്ന് മാറ്റി നിർത്തണം. അതുകൊണ്ടാണ് പരിശുദ്ധ റമളാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ ബന്ധിക്കുന്നത്. അവിടുന്ന് നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ റമളാൻ കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റമളാനിന്റെ പവിത്രതകൾ പറയുമ്പോൾ മുത്തുനബി തങ്ങൾ പറയുന്നു ഒന്നാമത്തെ കാര്യം എന്തെന്നോ റജബ് ശഹ്റുല്ലാഹ് വ ശഅബാൻ ശഹ്രി വ റമളാൻ ശഹ്റ ഉമ്മത്തി സദഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റജബ് ഷഹ്റുല്ലാ, റജബ് അല്ലാഹുവിന്റെ മാസമാണ്. ശഅബാനു ശഹ്രി, ശഅബാൻ അതെൻ്റെ മാസമാണ്. എന്നാൽ പരിശുദ്ധ റമളാൻ അതെൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഉമ്മത്തിൻ്റെ മാസം റമളാൻ ആകണമെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ ആ റമളാൻ ശൈത്താൻ ഇല്ലാതിരിക്കണം. അതിനു വേണ്ടിയാണ് പ്രവാചകർ പറഞ്ഞത് ഫീഹി ഖലിഖത്തി ശയാത്വീനു, ശൈത്താന്മാരെ കുട്ടിയടക്കപ്പെടുന്ന മാസമാണ് പരിശുദ്ധ റമളാൻ. അതുകൊണ്ട് തന്നെ ആ റമളാനിൽ ശൈത്താന്റെ ശല്യം ഉണ്ടാകില്ല എന്ന് നാം പറയും. പക്ഷേ നമ്മുടെ ഹൃദയങ്ങളിൽ ഇപ്പോഴും ശൈത്താനാണ്. ഈ റമളാൻ കടന്നു വന്നിട്ട് പോലും നന്നാവാത്ത എത്ര ആളുകളാണുള്ളത്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. എൻ്റെ പ്രിയമുള്ള ഒറ്റ ചരിത്രം. ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടുന്ന് പ്രവാചകന് കടന്നുറങ്ങുന്ന സമയത്ത് ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ് ഒന്ന് വരൂ. നബി തങ്ങളുടെ കൈ പിടിച്ചു, ഉറങ്ങുന്ന നബി തങ്ങളെ കൈ പിടിച്ച് കൊണ്ടുപോവുകയാണ്. ഒരു വലിയ പർവ്വതത്തിന്റെ മുകളിലേക്ക് നബി തങ്ങൾ കൊണ്ടുപോകുമ്പോൾ അവിടുന്ന് റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കൈ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ കേൾക്കുന്നു. നബി തങ്ങൾക്ക് വല്ലാതെ പേടിയാവുന്നു. നബി തങ്ങൾ അവിടുന്ന് ചോദിക്കുന്നു, യാ ജിബ്രീൽ, എന്താ ജിബ്രീൽ ഇത്, എന്താണ് ഈ അട്ടഹാസമെന്ന് ജിബ്രീലിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്,
ഉച്ചിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ പർവ്വതത്തിന്റെ ഏറ്റവും മുകളിലെത്തിയ നബി തങ്ങളെ കാണുന്ന കാഴ്ച എന്തെന്നോ അവിടുന്ന് പ്രവാചകനെ കണ്ടുപോകുന്നതെന്നറിയോ? ഒരു വലിയ മനുഷ്യനാണ്, ഒരു ചെറുപ്പക്കാരനാണ്. ആ ഒരു ചെറുപ്പക്കാരന്റെ അവസ്ഥ എന്തെന്നോ, ആ ചെറുപ്പക്കാരന്റെ നാവ് വലിച്ചു നീട്ടിയിരിക്കുകയാണ്. ആ ചെറുപ്പക്കാരന്റെ നാവ് കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തെ വലിച്ചു ചുരുങ്ങി കെട്ടിയിരിക്കുകയാണ്. ആ ചെറുപ്പക്കാരന്റെ 4 ഭാഗത്തു നിന്നും മാലാഖമാര് അടിക്കുന്നുണ്ട്. ആ ചെറുപ്പക്കാരനെ എല്ലാ നിലക്കും പ്രയാസപ്പെടുത്തുന്നുണ്ട്. ആ ചെറുപ്പക്കാരന്റെ തല കീഴിയാക്കിയിട്ട് ചങ്ങലയിൽ ബന്ധിച്ചതാ. 4 ഭാഗത്ത് മാലാഖമാരടിക്കുകയാണ്. ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ നിൽക്കാതെ ഒഴുകുകയാണ്. ആ ഒഴുകുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന് വളരെ സങ്കടമായി. നബി തങ്ങൾ പറയുന്നു, ജിബ്രീൽ, എന്തിനാ ജിബ്രീലേ? നബിയെ കണ്ട ഉടനെ ആ ചെറുപ്പക്കാരൻ കരയുന്നു. യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് വിട്ടേക്കാൻ പറ നബിയേ, എനിക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യണം നബിയേ. അവിടുന്ന് പ്രവാചകരെ ജിബ്രീലിനോട് ചോദിച്ചു, എന്തേ ജിബ്രീലേ, അദ്ദേഹത്തെ ഒന്ന് വിട്ടയച്ചുകൂടെ എന്ന് പറയുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്, ഈ മനുഷ്യന്റെ അവസ്ഥ എന്തെന്നറിയോ? ഈ മനുഷ്യന്റെ അവസ്ഥ എന്തെന്നറിയോ? എന്തിനാണെന്നോ ഇദ്ദേഹം ശിക്ഷിക്കപ്പെടുന്നത്? പരിശുദ്ധ റമളാൻ കടന്നു വന്നിട്ട്, പുണ്യങ്ങളുടെ പൂങ്കാവനമായ പരിശുദ്ധ റമളാൻ കടന്നു വന്നിട്ട് ഒരുപാട് പുണ്യാത്മാക്കൾ, ഒരുപാട് മഹത്തുക്കൾ വലിയ സ്ഥാനം നൽകിയ പരിശുദ്ധ റമളാൻ കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകരായ അങ്ങല്ലേ പറഞ്ഞത്, അവിടുന്ന് ഒരു സുന്നത്തിനിക്ക് ഫർദിന്റെ പ്രതിഫലമാ. റമളാൻ മാസം ആരെങ്കിലും ഒരു സുന്നത്ത് ചെയ്താൽ ഒരു സുന്നത്തിനിക്ക് ഫർദിന്റെ പ്രതിഫലമാണ്. ഒരു ഫർദ് ചെയ്താൽ 70 ഫർദിന്റെ പ്രതിഫലമാണ്. 70 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന പരിശുദ്ധ പുണ്യമായ റമളാൻ കടന്നു വരുമ്പോൾ, ആ റമളാൻ കടന്നു വന്നിട്ട് നബിയേ, പരിശുദ്ധമാകപ്പെട്ട ലൈലത്തുൽ ഖദ്റുള്ള റമളാൻ കടന്നു വന്നിട്ട് ആ റമളാൻ നന്നാകാതെ ഒരുപാട് തമ്മാടിത്തങ്ങൾ ചെയ്തിട്ട് റമളാൻ ഒരു നോമ്പെടുക്കാത്തവനാ നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, അവന് വേണ്ടി ശുപാർശ ചെയ്യല്ല നബിയേ. അവിടുന്ന് പ്രവാചകരോട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുന്ന് പറയുമ്പോ നബി തങ്ങളെ പോലും ശപിച്ചു പോയി. ലഅനത്തുല്ലാഹി വലഅനതി അലൈക. അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു പോയി, അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും ശാപം നിന്റെ മേലുണ്ടാകട്ടെ എന്ന് അവിടുന്ന് പ്രവാചകന് പറയുമ്പോ, ആ പരിശുദ്ധ റമളാൻ ഉപയോഗപ്പെടുത്താത്തവനല്ലേ, ആ റമളാന്റെ ആത്മസംസ്കരണം നടത്താത്തവനല്ലേ എൻ്റെ പ്രിയമുള്ള ഉമ്മ. നാം ചിന്തിച്ചു നോക്കണം, പരിശുദ്ധ റമളാനല്ലേ ആത്മസംസ്കരണത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ പറയുന്നത് റമളാൻ അനുയോജ്യമായ സമയമാണെന്ന് പറയാൻ ഒന്നാമത്തെ കാരണം പറഞ്ഞത് റമളാനിൽ ശൈത്വാന് ബന്ധിക്കപ്പെടുമെന്നതാണ്. അതിന് നമുക്ക് തെറ്റുകളിലേക്ക് അടുക്കാൻ, അല്ലെങ്കിൽ തൗബ ചെയ്യുമ്പോൾ നാം നമ്മുടെ ഹൃദയത്തെ പിടിച്ചു വെക്കാൻ തൗബയിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞ് തടയാൻ ശൈത്താൻ ഇല്ലല്ലോ. അതിൻ്റെ പേരിലാണ് റമളാൻ ഏറ്റവും തൗബക്ക് നല്ല സമയം. ആത്മസംസ്കരണം എന്നാൽ തൗബ എന്നാണ് അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എൻ്റെ പ്രിയമുള്ളവർ, രണ്ടാമത്തെ കാരണം എന്തെന്നാൽ വിശ്വാസികളെ നന്മകളിലേക്കുള്ള ഒഴുക്കാണ്. എവിടെയും നന്മയാണ്, എവിടെ നോക്കിയാലും നന്മയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പരിശുദ്ധ റമളാനിൽ ആരെങ്കിലും ഒരു ക്ലാസ്സിൽ, ഒരു ഇൽമിൻ്റെ മജ്ലിസിൽ ആരെങ്കിലും പങ്കെടുത്താൽ അവനക്ക് 70 ഇൽമിൻ്റെ മജ്ലിസിൽ പങ്കെടുത്ത പ്രതിഫലമാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ദീനിലേക്കുള്ള നന്മയിലേക്കുള്ള വിശ്വാസികൾ റമളാനെ കടന്നു വരുമ്പോൾ പള്ളിയിൽ ജനം നിറയും. ഏതൊരുത്തനും എങ്ങനെ നടക്കാൻ, അങ്ങാടി കൂടെ എന്നും കച്ചറ കാട്ടി നടക്കുന്ന തെമ്മാടിയാണെങ്കിലും റമളാൻ പള്ളിയിൽ കാണും. അങ്ങനത്തെ ഓരോന്നും ആക്ഷേപിക്കാൻ പോകരുത്. റമളാനായ തൊപ്പിട്ടാണ്ട് ഇറങ്ങും. ഓരോരുത്തരും പറയും. അല്ലാഹു തആല രക്ഷിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവർ, ഒരാൾ നന്നാവും, നമ്മൾ അല്ലാഹുവിൻ്റെ ആൾക്കാരും ഓരി പുറത്തും.
അങ്ങനൊന്നും പറയരുത്. നമ്മുടെ മക്കളെല്ലാം പള്ളിയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ പരിശുദ്ധ റമളാൻ മാസമാണ്. എത്ര തമ്മാടിത്തം കളിച്ചവരായാലും അല്ലാഹു തആല റഹീമാണ്. അവന് 2 കൈയും നീട്ടി സ്വീകരിക്കാൻ കാത്തിരിക്കുക. നമ്മുടെ ചെറുപ്പക്കാരെ കുട്ടികളൊക്കെ പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടുന്ന് ഇങ്ങനെ പറയും, ഓരോട്ട് റമളാനായ തുപ്പിട്ടാണ് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് ഓല ആക്ഷേപിക്കാൻ തുടങ്ങും. കുറേ വയസ്സായ കാക്കാരും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമാക്കപ്പെട്ട ഈമാൻ ആരുടെ അടുത്താണ് ആർക്കും പറയാൻ പറ്റില്ല. നാം ഈ ദുനിയാവിൽ ഇങ്ങനെ കാട്ടിക്കൂട്ടൊന്നും നോക്കണ്ട. എപ്പോഴാണ് മരിക്കുമ്പോൾ ഈമാനോടൊക്കെ മരിക്കുക എന്നാലും പറയാം. അതാണ് മുസ്ലിമിൻ്റെ സർട്ടിഫിക്കറ്റ്. മരണസമയത്താണ് മരിക്കുമ്പോൾ ഈമാനോടൊക്കെ മരിച്ചോ അവൻ മുസ്ലിമാണ് നമുക്ക് തരുന്നത് ഉറപ്പിച്ച് പറയാം. എൻ്റെ പ്രിയമുള്ളവരെ, എന്ത് ചെയ്താലും പടച്ചറപ്പ് സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ പടച്ചറപ്പ് പറയുന്നത്, തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ. എല്ലാ ദിവസവും വൈകുന്നേര സമയമാകുമ്പോൾ അല്ലാഹു തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരികയാണ്. അവിടെ നമ്മൾ ചോദിക്കത്രേ, എന്നോട് എൻ്റെ അടിമകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്ത എല്ലാ പാപങ്ങൾക്കും തൗബ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണെന്ന് പടച്ചറബ് പറയുമ്പോൾ, അതുപോലെ രാത്രി ചെയ്ത പാപങ്ങൾക്ക് തൗബ സ്വീകരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തേക്ക് ഇറങ്ങി വരികയാണ് സുബ്ഹിന്റെ സമയത്ത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാൻ കടന്നു വന്നിട്ട് നന്നാവാത്തവന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ അവിടുന്ന് പഠിപ്പിച്ച ആ ശിക്ഷയെ തൊട്ട് അല്ലാഹു തആല നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. രണ്ടാമത്തെ കാരണം നമ്മൾ പറഞ്ഞത് വിശ്വാസികളുടെ നന്മയിലേക്കുള്ള ഒഴുക്കാണ്. എവിടെ നോക്കിയാലും ഇൽമിൻ്റെ മജ്ലിസാണ്. എവിടെ നോക്കിയാലും പള്ളിയിലാണെങ്കിൽ അവിടെ മുതഅല്ലിമീങ്ങൾ വരും, മദ്രസയിലാണെങ്കിൽ ഉസ്താദന്മാർ ക്ലാസ് എടുക്കാൻ വരും. മറ്റു ഏത് ഭാഗത്താണെങ്കിൽ ഇൽമിൻ്റെ മജ്ലിസാണ്. ഒരുപാട് സ്വതക്കകളുടെ കാലമാണ് പരിശുദ്ധ റമളാൻ. പരിശുദ്ധ റമളാനായാൽ സന്തോഷം കണ്ടെത്തുന്ന ഒരുപാട് പേരുണ്ട്. എന്നാലും റമളാനായാൽ ഒരു ചടപ്പ് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം ഒരുപാട് പൈസ നഷ്ടപ്പെടും. അവർക്കതാണ് വലിയ കാര്യം. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഒരുപാട് സമ്പത്ത് സദഖ കൊടുക്കാൻ പറ്റിയ മാസമാണ് പരിശുദ്ധ റമളാൻ. മറ്റുള്ള മാസങ്ങളിൽ നാം സദഖ കൊടുക്കുമ്പോൾ ഈ റമളാൻ നാം സദഖ കൊടുക്കുന്നത് ആ മറ്റുള്ള മാസങ്ങളെക്കാൾ 70 ഇരട്ടി പ്രതിഫലമാണെന്ന് ആദരവായ പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവർ, ആത്മസംസ്കരണത്തിനുള്ള ഏറ്റവും നല്ല മാസം പരിശുദ്ധ റമളാനാണ്. എവിടെയും നന്മകൾക്ക് ഉപരമായ അന്തരീക്ഷമാണ്, നന്മാപരമായ അന്തരീക്ഷമാണ് ഇവിടെയും. ആദരവായ പ്രവാചകനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലിവാഉൽ ഹംദ് എന്ന കൊടുക്കുകയിൽ ഒരുമിച്ച് കൂടെ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. സ്വഹാബ ഒരു ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. അവിടുത്തെ സ്വഹാബത്തിനൊരു ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട മാഷിത്ത ബീവിയുടെ ചരിത്രമാണ്. അള്ളാഹിൻ്റെ പ്രവാചകൻ അവിടെ നിന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന് വേണ്ടി വാനലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ആകാശത്തേക്ക് എത്തിയപ്പോൾ അവിടുന്ന് പ്രത്യേകമായ പരിമളമാണ്. പ്രത്യേക പരിമളം വീശുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ അവിടുന്ന് ജിബ്രീലിനോട് ചോദിക്കുന്നു, ജിബ്രീൽ, എന്തേ ജിബ്രീലേ, എവിടുന്നാ ജിബ്രീൽ ഇങ്ങനെ ഒരു പരിമളം എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് അല്ലാഹുവിൻ്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്, ആ കാണുന്ന ഖബറുണ്ടല്ലോ, ഒരു ഖബർ കാണിച്ചുകൊണ്ട് പ്രവാചകന് പറയുന്നു, ആ പ്രകാശിക്കുന്ന ഖബറുണ്ടല്ലോ. പ്രവാചകരോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ആ ഖബറിൽ കിടക്കുന്നത് മാഷിത്താ ബീവിയും അവിടുത്തെ 3 മക്കളുമാണ്. മാഷിത്താ ബീവി 3 മക്കളുമാണ്. മാഷിത്താ ബീവിയുടെ ചരിത്രം എന്തെന്നോ, അവിടുന്ന് ഫിർഔന്റെ കൊട്ടാരത്തിലാ ചെറുപ്പക്കാരികളെ, അവിടുന്ന് മാഷിത്താ ബീവി ഉമ്മമാരെ നിങ്ങളെ പോലെ ചെറുപ്പക്കാരിയാണ്. ഒരു ചെറുപ്പക്കാരിയായ മാഷിത്താ ബീവി. നമ്മൾ പറയും വിശുദ്ധ റമളാൻ വന്നിട്ട് നമുക്ക് നന്നാവാൻ കഴിഞ്ഞില്ലെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവർ, ഈ റമളാൻ എന്നുള്ളത് ആത്മസംസ്കരണത്തിൻ്റെ കാലമാണെന്ന് നമ്മൾ പറയുമ്പോൾ അതിനുള്ള ഒരുക്കവും, എൻ്റെ പ്രിയമുള്ളവർ, ഒരു പെണ്ണാണ്. ഒരു പെണ്ണ് മാഷിത്താ ബീവി റളിയല്ലാഹു തആല അൻഹ. അവർ നന്നായതെങ്ങനെ? അവരുടെ ആത്മസംസ്കരണം എപ്പോഴാണ്? പരിശുദ്ധ റമളാനിലല്ല. അവർക്ക് റമളാനില്ല. റമളാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണെന്ന് പറയുമ്പോൾ ആ റമളാൻ നമുക്ക് പ്രത്യേകമായതാണ്. മാഷിത്താ ബീവി മൂസാ നബിയുടെ കാലത്തുള്ള പെണ്ണാണ്. മൂസാ നബിയുടെ കാലത്തുള്ള ചെറുപ്പക്കാരിയാണ്. മൂസാ നബിയെ വിശ്വസിച്ച് ഫിർഔനിൻ്റെ കൊട്ടാരത്തിലെ അടിമപ്പെണ്ണായ മാഷിത്താ ബീവി. ചുറ്റുഭാഗമൊന്നും നന്നാകാനുള്ള ഒരു ചുറ്റുപാടല്ല, മറിച്ച് ഫിർഔനിൻ്റെ അടിമകളാണ് എല്ലാവരും. മാഷിത്താ ബീവി അടക്കം ഫിർഔനിൻ്റെ അടിമയാണ്. അവിടുന്ന് മാഷിത്താ ബീവി ഇസ്ലാമിൻ്റെ
സുന്ദരമായ തീരത്തേക്ക് കടന്നു വന്നിട്ട് പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പ്രവാചകർ ഇസ്രാ മിഅ്റാജ് നടത്തുന്ന സമയത്ത് അവിടുന്ന് സുഗന്ധമായ പരിമളം വീശുമ്പോൾ അവിടുന്ന് റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നത് ചോദിക്കാൻ പോലും കാരണമായെങ്കിൽ എൻ്റെ പ്രിയമുള്ളവർ ആ മാഷിദാബിൻ്റെ പവിത്രത എത്രയാണ്, എന്താ മാഷിദാബിൻ്റെ പ്രത്യേകത? അവിടുന്ന് മാഷിദാബിക്ക് നന്നാകാൻ സാഹചര്യങ്ങളില്ല, പക്ഷേ മാഷിദാബിയുടെ ആത്മസംസ്കരണത്തോടുകൂടി നിലനിന്നു. അവിടുന്ന് സുഖലോക സ്വർഗത്തിൽ പരിമളം വീശുന്ന കബറായി മാഷിദാബിയുടെ കബർ ഇന്നും നിലനിൽക്കുമെന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവർ മാഷിദാബിയുടെ പവിത്രത എന്താണ്? അവിടുന്ന് മാഷിദാബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. സ്വഹാബ മാഷിദാബി ആരെന്നറിയോ? സ്വഹാബ അവിടുന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ഫിറഔന്റെ കൊട്ടാരത്തിലെ മാഷിദാബി ഫിറഔന്റെ അടിമയാണ്, ഫിറഔനിന്റെ വല്ലാതെ ഇഷ്ടമുള്ള അടിമയാണ്, ഫിറഔനിന്റെ വിശ്വസ്തയായ അടിമയാണ്, ഫിറഔനിന്റെ മക്കളുടെ ഫിറഔനിന്റെ ഭാര്യമാരുടെ എല്ലാവരുടെയും മുടി ചെയ്യുന്ന പെണ്ണാണ്. അതുകൊണ്ട് ആ മാഷിത എന്ന് പേര് വിളിക്കാൻ കാരണം മഷത്ത എന്നാൽ മുടി ചെയ്യുക എന്നർത്ഥം. അതുകൊണ്ട് ആ മാഷിത എന്ന് പേരെന്നെ വരാൻ കാരണം ഫിറഔന്റെ കൊട്ടാരത്തിൽ മുടി ചെയ്യുന്ന പെണ്ണാണ്, മുടി ചെയ്യി കൊടുക്കുന്ന അടിമ പെണ്ണാണ്. വല്ലാതെ സുഖകരമായ ജീവിതമായിരുന്നു. ഫിറഔന് വല്ലാതെ സ്നേഹമാണ് മാഷിദ ബീവിയോട്, പ്രത്യേകമായ സ്നേഹമാണ്. അങ്ങനെ ഫിറഔന്റെ സ്നേഹലാളനയിൽ വളർന്ന മാഷിദ ബീവിക്ക് 3 കുഞ്ഞുങ്ങൾ പിറന്നിട്ടുണ്ട്. അവിടുന്ന് മാഷിദ റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് ഇസ്ലാമിന്റെ സുന്ദരമായ തീരത്തേക്ക് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിറഔന്റെ കൊട്ടാരത്തിൽ വന്നിട്ട് ഇസ്ലാമികമായ ഇസ്ലാമിക പ്രബോധനം നടത്തുമ്പോൾ അത് കേട്ടിട്ട് ഇസ്ലാമിലേക്ക് സുന്ദരമായ തീരത്തേക്ക് കടന്നു വന്ന മാഷിദ റളിയല്ലാഹു തആല അൻഹാ അവിടുത്തെ പിഞ്ചോമനകളായ 3 മക്കളാണ്. 5 വയസ്സുള്ള മൂത്ത മകന്, 3 വയസ്സുള്ള ചെറിയ മകന്, ഏറ്റവും പിഞ്ചുമോൻ എത്രയാണെന്നറിയോ? ജനിച്ചിട്ട് 3 മാസമായ പ്രായമായുള്ളൂ. ആ 3 പിഞ്ചു പൈതങ്ങളെയും കൊണ്ട് നടക്കുന്ന മാഷിദ ബീവി ഇസ്ലാമിന്റെ സുന്ദരമായ തീരത്തേക്ക് കടന്നു വരുമ്പോൾ അവിടുന്ന് ഒരാളെയും അറിയിച്ചില്ല, ഫിറഔന്റെ കൊട്ടാരത്തിലുള്ള ഒരാളെയും അറിയിച്ചില്ല. അവസാനം ഫിറഔൻ എല്ലാ ദിവസവും മാഷിദ ബീവിയെ വിളിച്ചുകൊണ്ട് മുടി ചെയ്യിക്കുകയാണ്. ഫിറഔൻ അറിഞ്ഞതേയില്ല മാഷിദ ബീവി ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അങ്ങനെ മാഷിദ റളിയല്ലാഹു തആല അൻഹാ ആരെയും അറിയിക്കാതെ ഇസ്ലാമിക സാഹചര്യങ്ങളൊന്നുമില്ലാത്ത ഫിറഔന്റെ കൊട്ടാരത്തിൽ ഫിറഔനാണ് അവിടെ ദൈവം, അവിടെ എല്ലാം ഫിറഔനാണ്, ഫിറഔൻ അല്ലാത്ത ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ തലയില്ല, അവിടെ തല പോയി. അവിടുന്ന് ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ വിശ്വസിച്ചിട്ടുണ്ട്, ഫിറഔൻ അറിഞ്ഞിട്ടില്ല. അവിടുന്ന് മാഷിദ ബീവി വിശ്വസിച്ചു. അവിടുന്ന് മാഷിദ ബീവി ഒരിക്കലും ആസിയ ബീവിയുടെ മുടി ചീകി കൊടുക്കുന്ന സമയത്ത് അവിടുന്ന് അറിയാതെ മാഷിദ ബീവിയുടെ കയ്യിൽ നിന്നും ചീർപ്പ് താഴെ വീഴുകയാണ്. ആ ചീർപ്പെടുക്കുമ്പോൾ മാഷിദ ബീവി ഇസ്ലാമിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യാറുള്ളത്. അവിടുന്ന് മാഷിദ ബീവി ബിസ്മി ചൊല്ലിയിട്ട് ആ ചീർപ്പെടുക്കുക. അത് ഫിറഔന്റെ പരിവാരങ്ങൾ കേൾക്കാൻ. അവിടുന്ന് ഫിറഔന്റെ പരിവാരങ്ങൾ കേട്ടിട്ട് മാഷിദ ബീവി മുസ്ലിമായെന്ന് ഫിറഔനോട് കടന്നു പോയി പറയുമ്പോൾ ഫിറഔൻ വിളിച്ചു, മാഷിദ ബീവി വിളിച്ചുകൊണ്ട് ചോദിച്ചു, മാഷിദ എൻ്റെ ആരാ നിൻ്റെ ദൈവമെന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് ഫിറഔനോട് മാഷിദ ബീവി മുഖത്ത് നോക്കി പറയുന്നു, ഫിറഔനെ എൻ്റെയും നിൻ്റെയും ദൈവം അത് അല്ലാഹു മാത്രമാണ്, ഇന്നല്ലാഹ വാഹിദെന്ന് മാഷിദ ബീവി പറയുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇവിടുന്ന് ഫിറഔൻ വല്ലാതെ വേദനിക്കുകയാണ്, കാരണം തൻ്റെ ഇഷ്ടപ്പെട്ട അടിമപ്പെണ്ണാണ്. ആ മാഷിദ ബീവി മുസ്ലിമായി. ഇവിടുന്ന് ഫിറഔൻ ചോദിക്കുന്നു, മാഷിദ ഞാനാണ് ദൈവമെന്ന് പറ മാഷിദ, അല്ലാഹനെ തള്ളി പറ മാഷിദ എന്ന് പറയുമ്പോൾ മാഷിദ ബീവിയോട് ഇവിടുന്ന് പറയുകയാണ്, അല്ല ഫിറഔൻ എൻ്റെയും നിൻ്റെയും രക്ഷിതാവ്, ഈ പ്രപഞ്ചത്തിൻ്റെ സിട്ടാവായ അകഞ്ചലഗന്ധിയായ അല്ലാഹുവാണ് എൻ്റെയും നിൻ്റെയും രക്ഷിതാവെന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകനോട് അല്ലാഹുവിൻ്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചതാണ് ഞാനെന്ന് മാഷിദ ബീവി പറയുമ്പോൾ അവിടുന്ന് ഫിറഔനെ കലിയിളകുകയാണ്. ഫിറഔന് ദേഷ്യം വരികയാണ്. ഒരുപാട് പ്രാവശ്യം ഫിറഔന് മതം മാറ്റാൻ നോക്കി. അവിടെ നിന്ന് മാഷിദ ബീവി തളർന്നില്ല. അവസാനം മാഷിദ ബീവി ചോദിക്കുന്നു, മാഷിദ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ഫിറഔൻ പറയുകയാണ്, മാഷിദ ഞാൻ നിന്നെ കൊന്നു കളഞ്ഞാലും ഞാൻ നിന്നെ കൊന്നു കളഞ്ഞാൽ നീ മതം മാറുമോ? അവിടുന്ന് മാഷിദ ബീവി
പറഞ്ഞു, എന്നെ കൊല്ലുക എന്നല്ല, എന്നെ കൊന്നിട്ട് എന്നെ ചമ്പലാക്കിയാലും ഈ അള്ളാന്റെ മതത്തിൽ നിന്ന് ഞാൻ മാറില്ല ഫിറഔനെ. എന്ത് തന്നെ പറഞ്ഞാലും കാര്യമില്ല, ഞാൻ ഇസ്ലാമിൽ നിന്ന് പിന്തിരിയുന്ന കാര്യമില്ല എന്ന് പറയുമ്പോൾ അവിടുന്ന് ഇസ്ലാമിൽ അടിയുറച്ച് നിൽക്കുകയാണ്. ഇസ്ലാമിന്റെ അടിത്തറയിൽ അടിയുറച്ച് നിൽക്കുന്ന മാഷിദാ ബീവിയുടെ വിശ്വാസത്തിൽ ഫിറഔൻ പോലും അന്തം വിട്ടുപോവുകയാണ്. ഫിറഔൻ പറയുന്ന മാഷിദാ ഇസ്ലാമിൽ നിന്ന് എതിർത്ത് പറയണം മാഷിദാ, അല്ലാഹുവിനെ എതിർത്ത് പറയും മാഷിദാ. അവിടുന്ന് മാഷിദാവേ പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ വെറും അള്ളാന്റെ അടിമ മാത്രമാണ്, നീ പോലും അള്ളാന്റെ അടിമയാണെന്ന് പറയുമ്പോ അചഞ്ചലമായ വിശ്വാസം കണ്ടിട്ട്, ചാഞ്ചാട്ടമില്ലാത്ത വിശ്വാസം കണ്ട് ഫിറഔന് പോലും വല്ലാത്ത ആക്ഷേപമാണ്, ആശ്ചര്യമാണ്. അവിടുന്ന് ഫിറഔന് പറയുന്ന മാഷിദാ ഞാൻ കൊല്ലുമെന്ന് പറയുമ്പോ മാഷിദാവിലേക്ക് ഒരളക്കവുമില്ല. അവിടുന്ന് ഫിറഔനെ കൊല്ലാൻ മനസ്സില്ല. ഫിറഔന് പറയുന്നു, മാഷിദാ നിന്റെ ചോരപ്പിതാക്കളായ മക്കളുണ്ടല്ലോ, ചോരക്കിടാക്കളായ 3 മക്കളുണ്ടല്ലോ, ആ മക്കളെ ഞാൻ കൊല്ലുമെന്ന് ഫിറഔൻ പറയുമ്പോൾ മാഷിദാ ബീവിക്ക് ഒരളക്കവുമില്ല. ആർക്കും വേദനിക്കൊന്നാണ് സ്വന്തം മക്കളെ പറയുക എന്നുള്ളത്, അല്ലേ എൻ്റെ പ്രിയമുള്ളവരെ? സ്വന്തം മക്കളെ ആരെങ്കിലും ഒന്ന് പറയുക, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒന്ന് ചീത്ത പറയുക, എൻ്റെ ഒന്ന് അടിക്കുകയെന്ന് ചെയ്താൽ നമ്മുടെ മനസ്സ് വല്ലാതെ വേദനിക്കും. എൻ്റെ പ്രിയമുള്ളവർ, ഇവിടെയാണ് മാഷിദാബിയുടെ ആത്മാവിൻ്റെ സംസ്കരണം നാം ചിന്തിക്കേണ്ടത്. ആ സാഹചര്യങ്ങൾ പോലും മാഷിദാബി ആത്മാവിനെ സംസ്കരിച്ചെടുത്തെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, മാഷിദാബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് മാഷിദാബിയോട് പറയുകയാണ്, എൻ്റെ മക്കളെ ഞാൻ കൊല്ലുമെന്ന് ഫിറഔൻ പറയാം. മാഷിദാബിക്ക് ഒരു ഇളക്കമില്ല. മക്കളെ കൊല്ലണോ, എന്നെ കൊല്ലണോ, പിന്നല്ലേ മക്കൾ എന്ന് പറഞ്ഞിട്ട് മാഷിദാ ബീവി നിൽക്കുമ്പോൾ ഫിറഔൻ പറഞ്ഞു, ഫിർയാനുകളോട് പറഞ്ഞു, മാഷിദ എന്ത് തന്നെ ചെയ്തിട്ടും മാഷിദാ ബീവി അവിടെ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, എല്ലാവരും ഒരു വലിയ ചട്ടി കൊണ്ടുവരികയാണ്. അവിടുന്ന് ഫിറഔൻ വലിയൊരു ചട്ടി കൊണ്ടുവരികയാണ്. ഫിറഔന്റെ സിംഹാസനത്തിൻ്റെ മുന്നിൽ കൊണ്ടുവെക്കുകയാണ്. ആ ചട്ടിയിലേക്ക് നിറയെ എണ്ണ ഒഴിക്കുകയാണ്. ആ എണ്ണ ഒഴിച്ചിട്ട് ആ ചട്ടി ഇങ്ങനെ തിളപ്പിക്കുകയാണ്. ചട്ടി തിളപ്പിച്ചിട്ട് ഫിറഔന്റെ പരിവാരങ്ങളെല്ലാവരും ചുറ്റുമായി നിൽക്കുന്നുണ്ട്. ചട്ടി തിളച്ച് മറയുകയാണ്. ആ തിളച്ച് മറയുന്ന ചട്ടിയൊക്കെ നോക്കിയിട്ട് ഫിറഔൻ പറഞ്ഞു, മാഷിദാ മതം മാറിക്കോ, മതം മാറണം മാഷിദ, ഞാനാണെന്ന് അല്ലാഹ്, ഞാനാണ് ഇലാഹ് എന്ന് പറ മാഷിദ എന്ന് പറയുമ്പോൾ അവിടുന്ന് മാഷിദ ഫിറഔന്റെ മുഖത്ത് നോക്കി പറയാ, ഫിറഔൻ എന്ത് തന്നെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചിട്ടും കാര്യമില്ല, അല്ലാഹു അഹദാണ്, അല്ലാഹു ഒരുവനാണെന്ന് പറഞ്ഞിട്ട് മാഷിദ ബീവി അവിടെ ഇസ്ലാമിൻ്റെ ദൃഢമായ നിശ്ചയത്തിൽ, ഇസ്ലാമിൻ്റെ ആ സുന്ദരമായ വശ്യമായ രൂപത്തിൽ അവിടെ നിലകൊള്ളുകയാണ്. അവിടുന്ന് മാഷിദ റളിയല്ലാഹു തആല അൻഹു മാറുന്നില്ല. അവസാനം ഫിറഔൻ അലല്ലാഹി തആല ഫിറഔൻ അവിടുന്ന് പറയുന്നു, മാഷിദ നീ മതം മാറുന്നില്ലെങ്കിൽ നിന്റെ മക്കളെ ഞാൻ ഇതിലിട്ട് ചുട്ട് കരിക്കും മാഷിദ എന്ന് പറയുമ്പോൾ മാഷിദ ഒരടക്കവുമില്ല. അവസാനം ഫിറഔൻ ചെയ്തെന്തെന്നറിയോ? ഉമ്മമാരെ ചിന്തിച്ച് കേൾക്കണേ, ശ്രദ്ധിച്ച് കേൾക്കണം ഉമ്മ. നമ്മുടെ ഒരു മക്കൾക്ക് എന്തെങ്കിലും ഒരു സംഭവിച്ചാൽ, അറിയാതെ വീണ് പോയാൽ, വല്ലതും സംഭവിച്ചാൽ ആരുടെ മനസ്സായാലാകാതിരിക്കുന്നത്? അവിടുന്ന് മാഷിദ ബീവി എന്ന മാതൃപരമായ ഉമ്മാന്റെ നിലപാടെന്തെന്നറിയോ? അവിടുന്ന് മാഷിദ ബീവി ചെയ്തതെന്തെന്നറിയോ? മാഷിദ റളിയല്ലാഹു തആല അൻഹയുടെ പിഞ്ചുപൈതങ്ങളെ കൊണ്ടുവരികയാണ്, 3 മക്കളെയും കൊണ്ടുവരികയാണ്. മാഷിദ ബീവിയുടെ മുന്നിൽ വെച്ചിട്ട് ഫിറഔൻ മാഷിദ ബീവിയുടെ പൊന്നാര മകനെ, മൂത്ത മകനെ, 5 വയസ്സുള്ള പൊന്നാര മകനെ, ആ മകനെ പിടിച്ചുകൊണ്ട് പറയുന്നു, മാഷിദ ഇവന് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. മാഷിദാബിയുടെ 5 വയസ്സുള്ള പൊന്നാര മകനെ പിടിച്ചിട്ട് ആ ചട്ടിയുടെ മുകളിൽ ഇങ്ങനെ പിടിച്ചോണ്ട് ഫിറഔൻ പറഞ്ഞു, മാഷിദ കണ്ട് കൊതി തീർന്നിട്ടില്ല മാഷിദ, നിൽക്കുന്നു, വേണമെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പിന്മാറിക്കോ, അല്ല എന്നുണ്ടെങ്കിൽ ഇവൻ്റെ അവസ്ഥ ഈ ചട്ടിയാണെന്ന് പറയുമ്പോൾ മാഷിദാബി പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ ഒരു ഇലാഹുല്ല എന്ന് അവിടെ ഒരു അടി പതറാതെ മാഷിദാബി പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് മാഷിദാബിയുടെ പൊന്നാര മകനെ സ്വന്തം മാതാവിൻ്റെ കൺമുന്നിൽ ഇട്ടിട്ട് കരിച്ചു കളയാണ് ഫിറഔൻ റളിയല്ലാഹു തആല. അല്ലാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ചരിത്രം ഇങ്ങനെ സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടുന്ന് സ്വഹാബാക്കളുടെ കണ്ണ് നിറഞ്ഞു പോവുകയാണ്.
സ്വന്തം മകനെ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി അവിടുന്ന് ഫിർഔനിൻ്റെ ആ ചട്ടിയിലേക്ക്, തിളച്ച് മറിയുന്ന ചട്ടിയിലേക്ക് അവിടുന്ന് ഇട്ട് കരിച്ച് കളയുമ്പോൾ ചട്ടിയിലേക്ക് ഇട്ടപാടെ അവിടുന്ന് കുട്ടി ഇല്ലാതെയായി പോവാൻ. മാഷിദ ബീവിയുടെ 5 വയസ്സുള്ള പൊന്നാര മോൻ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ മാഷിദ ബീവിയുടെ ഹൃദയം കുലുങ്ങിയില്ല. അവസാനം ഫിർഔൻ രണ്ടാമത് ചോദിച്ചു, മാഷിദ ഒന്നാമൻ പോയത് കണ്ടില്ല മാഷിദ, അതുകൊണ്ട് രണ്ടാമൻ പോവാൻ കാത്തിരിക്കാൻ മാണെങ്കിൽ മാറിക്കോ എന്ന് പറയുമ്പോൾ ഉടനെ മാഷിദ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഫിർഔനെ നീ എന്ത് ചെയ്താലും കാര്യമില്ല, എന്ത് തന്നെ പറഞ്ഞാലും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്ത് തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, ഇസ്ലാമിൽ നിന്ന് ഒരടിയാ പിന്നോട്ട് നിൽക്കില്ല, എത്ര തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറയുമ്പോൾ അവിടുന്ന് മാഷിദ ബീവിയുടെ രണ്ടാമത്തെ മകനെയും ഫിർഔൻ പിടിക്കുകയാണ്. ഫിർഔൻ രണ്ടാമത്തെ മകനെയും ആ ചട്ടിയുടെ തിളച്ചു മറിയുന്ന ചട്ടിയുടെ മുകളിലേക്ക് വെച്ചിട്ട് അവിടുന്ന് ചോദിക്കുന്നു, മാഷിദ 3 വയസ്സുള്ള പുന്നാര മകനാ മാഷിദ ജീവിച്ചു കൊതി തീർന്നിട്ടില്ല മാഷിദ, 3 വയസ്സ് പ്രായമേ ഉള്ളൂ. ഇവരെ ഒന്നാമത്തെ മകൻ പോയി, രണ്ടാമത്തെ ഞാനിടട്ടെ. അവിടുന്ന് ഫിർഔൻ ചോദിക്കുമ്പോൾ മാഷിദ ബീവി കരഞ്ഞില്ല, മാഷിദ ബീവി അളകിയില്ല. അവിടുന്ന് പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്ത് തന്നെ ചെയ്താലും ആരെന്ത് തന്നെ ചെയ്താലും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. അവിടുന്ന് ഫിർഔൻ പറയുന്നു, മാഷിദ രണ്ടാമത്തെ മകനിതാ പോകുന്നു. രണ്ടാമത്തെ മകനെയും ആ തിളച്ച് മറിയുന്ന എണ്ണയിലേക്ക് ഇടുമ്പോൾ മാംസം പോലും ബാക്കിയാകാതെ എല്ലാം കിടന്നിങ്ങനെ പൊരിയുകയാണ്. വെറും എണ്ണയിൽ കിടന്നിങ്ങനെ പൊരിയുന്നത് കണ്ട് മാഷിദ ബീവി അളകിയില്ല. അവിടുന്ന് ഫിർഔന്റെ പരിവാരങ്ങളെ പോലും കരഞ്ഞുപോയി. അവസ്ഥ കണ്ട് ഫിർഔൻ പോലും കരഞ്ഞു. അവിടുന്ന് പറയുന്നു, മാഷിദ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, എൻ്റെ മാഷിദ എന്നെ വല്ലാതെ സ്നേഹിച്ചിരുന്നു ഞാൻ. ഫിർഔൻ പറയുന്നു, മാഷിദ ഒന്ന് മതം മാറും മാഷിദ, എൻ്റെ 2 പൈത മക്കളും പോയത് കണ്ടില്ലേ. അവിടുന്ന് ഫിർഔൻ പറയുമ്പോൾ മാഷിദ ബീവി പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മൂസാ റസൂലുള്ളാഹ്, എന്ത് തന്നെ പറഞ്ഞിട്ടും മാഷിദ ബീവി കുലുങ്ങിയില്ല. അവസാനം 3 മാസം പ്രായമുള്ള പൊന്നാര മകനെയും പിടിച്ചു. അവസാനം മാഷിദ ബീവിയുടെ 3 മാസം മാത്രം പ്രായമുള്ള മുലകുടി പോലും അവസാനിച്ചിട്ടില്ലാത്ത ജോമന പൈതലിനെ പിടിച്ചു. ഫിർഔൻ പറഞ്ഞു, മാഷിദ 2 പേര് പോയത് കണ്ടില്ല മാഷിദ, 2 പേര് പോയത് കണ്ടില്ലേ. 3-ാമത്തെ മകനാ, ഒരൊറ്റ മകനും കൂടിയാ മാഷിദ, മാറിക്കോ മാഷിദ, ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോ മാഷിദ. മാഷിദ ബീവി അവിടുന്ന് മാഷിദ ബീവിയുടെ പൊന്നാര മകനെ ഇടാൻ നോക്കുമ്പോൾ മാഷിദ ബീവി പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് ഫിർഔൻ എടുത്തിട്ട് അവസാനം ആ ചുട്ടുപൊള്ളുന്ന ആ തിളച്ച് മറിയുന്ന എണ്ണയുടെ മുകളിലായിട്ട് പിടിക്കുമ്പോൾ അവിടുന്ന് മാഷിദ ബീവിയോട് അവസാനം ചോദിച്ചു, മാഷിദ കണ്ട് കൊതി തീർന്നിട്ടുണ്ടോ മാഷിദ, കണ്ട് കൊതി തീർന്നിട്ടുണ്ടോ? അവിടുന്ന് ഫിർഔൻ ചോദിക്കുമ്പോൾ മാഷിദ ബീവി സ്വന്തം മകനെ നോക്കിയിട്ട് കരഞ്ഞുപോയി. ഇത്രമേൽ പിടിച്ചിരുന്ന മാഷിദ ബീവി അവിടുന്ന് കരഞ്ഞുപോയി. മാഷിദ ബീവിയുടെ കണ്ണ് നിറഞ്ഞു. അവിടുന്ന് മാഷിദ ബീവി പൊട്ടി കരയുകയാണ്. ഫിർഔനിന്റെ നിലത്തേക്ക് വീണിട്ട് മാഷിദ ബീവി കരയുന്നു. പൊട്ടിക്കരയുന്ന മാഷിദ ബീവിയെ നോക്കിയിട്ട് ഫിർഔൻ പോലും കരഞ്ഞുപോയി. ഫിർഔൻ പറയുന്നു, മാഷിദ
അങ്ങനെ കരയേണ്ട ആവശ്യമില്ല. ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, അനല്ലാ, ഞാനാണ് അല്ല എന്ന് പറഞ്ഞാൽ മതി. മാഷിത, ഞാനാണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ട് മാഷിത ഒന്ന് മാറണം. മാഷിത, മതം മാറും മാഷിത എന്ന് പറയുമ്പോ മാഷിത ബിവി മാറുമെന്ന് പ്രതീക്ഷിച്ചു ഫിർഔൻ. മാഷിത ബിവിയുടെ കരച്ചിൽ കണ്ടപ്പോ മാഷിത ബിവി 2 മക്കളെയും ആ തിളച്ച് മറിയുന്ന എണ്ണയിലിട്ടപ്പോ കരഞ്ഞില്ല. അവസാനത്തെ മകനെ ഇടാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടുന്ന് കരയുകയാ. ഫിർഔന് വല്ലാതെ സന്തോഷമായി. ഫിർഔൻ വിചാരിച്ചു, മാഷിതാ ബിവി ഇപ്പൊ പറയും അനല്ലാ എന്ന്, മാഷിതാ ബിവി ഇപ്പൊ പറയുമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടുന്ന് മാഷിതാ ബിവിയുടെ പൊന്നാര മകന് കറാമത്ത് സംഭവിക്കാണ്. വലിയ കറാമത്താണ്. മാഷിതാ ബിവിയുടെ പൊന്നാര മകന് മാഷിതാ ബിവി മതം മാറുമെന്ന് പേടിച്ച് അവിടുന്ന് സംസാരിക്കാൻ 3 മാസം പ്രായം. 3 മാസം പ്രായമുള്ള സ്വന്തം പൊന്നാര മകൻ അവിടെ നിന്ന് സംസാരിക്കുകയാണ്. ഉമ്മാ പറയില്ല, ഉമ്മാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറവുക. ഫിർഔന് ദൈവമാണെന്ന് പറയില്ല. ഇവന്മാരൊന്നും നാളെ നമ്മെ കാക്കാനുണ്ടാകില്ല ഉമ്മ. ധൈര്യമായി പറഞ്ഞ ഉമ്മ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറയാൻ പറഞ്ഞപ്പോ സ്വന്തം മകനെ കണ്ടിട്ട് മാഷിതാ ബീവി സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ കണ്ണീർ പൊഴിച്ചപ്പോൾ അവിടുന്ന് മാഷിതാ ബീവി പറയുന്നു, പോടാ. ഫിർഔന്റെ മുഖത്ത് നോക്കി പറയുന്നു, പോടാ, നീ ഒരു ദൈവവുമില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാഷിതാ ബീവി പറയുമ്പോ മാഷിതാ ബീവിയുടെ മകനെയും ആ തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് ഇടുമ്പോ 3 മാസം പ്രായമുള്ള ഉലകൊടി ബന്ധം പോലും അവസാനിച്ചിട്ടില്ലാത്ത പൊന്നുമോനെ ആ ചുട്ടുകൊള്ളുന്ന ചട്ടിയിലേക്ക് തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് എടുത്തെറിയുമ്പോൾ അവിടുന്ന് പൊന്നുമോന് ഉമ്മയോട് പറയുന്നു, അസ്സലാമു അലൈക്കും യാ ഉമ്മീ, നാളെ സുഖലോക സ്വർഗത്തിൽ കാണാം, നാളെ സുഖലോക സ്വർഗത്തിൽ കാണാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മാഷിതാ ബിവിയുടെ 3 മക്കളും അല്ലാഹുവിലേക്ക് യാത്രയായപ്പോ ഫിർഔൻ വല്ലാതെ അത്ഭുതപ്പെട്ടു. ഇത്രമേൽ മക്കളെ സ്നേഹിക്കുന്ന മാഷിദന്റെ മാറാതെന്ന് കണ്ടിട്ട് ഫിർഔൻ ചോദിച്ചു, മാഷിദാ 3 മക്കളും പോയില്ലേ, എന്തിനാ വെറുതെ? അവിടുന്ന് ഫിർഔനോട് മാഷിതാ ബിവി പറയുന്നു, അവരൊന്നും പോയിട്ടില്ല, അവർ ആരും എവിടെയും പോയിട്ടില്ല. പടച്ചറപ്പിന്റെ സുഖലോക സ്വർഗത്തിൽ അവർ ആനന്ദത്തോടെ പാറിക്കളിക്കുകയാണെന്ന് മാഷിതാ ബിവി പറയുമ്പോൾ മാഷിതാ ബിവി അവസാനം കൊല്ലാൻ വേണ്ടി ഫിർഔൻ പുറപ്പെടുകയാണ്. മാഷിതാ ബിവി കൊല്ലാൻ വേണ്ടി പുറപ്പെടുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. എൻ്റെ പ്രിയമുള്ളവരെ, മാഷിതാ ബിവി റളിയല്ലാഹു തആല അൻഹ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണ് ഫിർഔൻ. അവിടുന്ന് ഫിർഔൻ പറഞ്ഞു, മാഷിതാ, എൻ്റെ മക്കൾ പോയി, ഇനിയെങ്കിലും മാറിക്കോ, ഇനി അടുത്തത് നീയാണെന്ന് പറയുമ്പോഴും മാഷിതാ ബിവി പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് അശ്ഹദു അന്ന മൂസ റസൂലുള്ളാഹ് എന്ന് മാഷിതാ ബിവി പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, അവസാനം മാഷിതാ ബിവിയെ കൊല്ലാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഈർച്ചവാള് കൊണ്ടുവരാൻ കൽപ്പിക്കുകയാണ് ഫിർഔൻ. ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി ഈർച്ചവാള് കൊണ്ടുവരാൻ പറയുകയാണ്. ഈർച്ചവാള് കൊണ്ടുവന്നിട്ട് മാഷിതാ ബിവിയുടെ തലയിൽ അങ്ങ് വെച്ച് 2 ഭാഗത്തോരോ ഭടന്മാർ പിടിച്ചുകൊണ്ട് മാഷിതാ ബിവിയുടെ തലയിൽ അങ്ങ് വെച്ച് എന്നിട്ട് പറയുന്നു, മാഷിതാ, ഈ ഈർച്ചവാളിൻ്റെ തലയിൽ തൊട്ടാൽ അത് നിലത്തെ അവസാനിക്കൂ, അതുകൊണ്ട് വേണമെങ്കിൽ മാറിക്കോ മാഷിതാ എന്ന് പറയുമ്പോൾ അവിടുന്ന് ദൃഢമായി പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാഷിതാ ബിവി ഉറക്കെ വിളിച്ച് പറയുമ്പോൾ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി അവസാനം ചോദിക്കുന്നു, മാഷിതാ, എന്തായാലും മരിക്കും, ഉറപ്പാ, എന്തായാലും മരിക്കും, എൻ്റെ അവസാന ആഗ്രഹമുണ്ടെന്ന് ചോദിക്കുമ്പോൾ മാഷിതാ ബിവി പറയാണ്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ്, ഫിർഔൻ,
ഇത്രയും കാലം നിനക്ക് ഞാൻ സേവനം ചെയ്തിട്ടു, പക്ഷേ എൻ്റെ റബ്ബ് അള്ളയാണെന്ന് പറയുമ്പോൾ നീ എന്നെ കൊല്ലുന്നു, എനിക്കൊരു പ്രശ്നമേ ഇല്ല. പക്ഷേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെയും എൻ്റെ മക്കളുടെയും കബറ് ഒരൊറ്റ കബറാക്കണം, എൻ്റെ നെഞ്ചത്തേക്ക് എൻ്റെ മക്കളെ കടത്തണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഫിർഔനോട് വസിയത്ത് ചെയ്യുകയാണ്. അങ്ങനെ മാഷിദാ ബീവിയോട് നിന്ന് മരിച്ചു പോവുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇതാണ് മാഷിദാ ബീവി. പരിശുദ്ധ റമളാനല്ല മാഷിദാ ബീവി നന്നായത്. മാഷിദാ ബീവിക്കൊന്നും നന്നാകാൻ റമളാൻ വന്നിട്ടില്ല. നമുക്ക് റമളാൻ പടച്ചറപ്പ് നമ്മൊക്കെ കോരിത്തോരി വാരിക്കോരി തരികയാണ്. പരിശുദ്ധ റമളാന് പുണ്യങ്ങളുടെ പൂങ്കാവനമായ റമളാൻ നമ്മിലേക്ക് കടന്നു വന്നിട്ട് ആത്മസംസ്കരണം നടത്താത്തപ്പോൾ എൻ്റെ പ്രിയമുള്ളവർ, ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആത്മസംസ്കരണം നടത്തിയാലുള്ള പ്രതിഫലം പറയുകയാണ്. എൻ്റെ പ്രിയമുള്ളവർ, അനസ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന യൗമുൽ ഖിയാമ, പരിശുദ്ധ ഖിയാമത്ത് നാൾ കടന്നു വരുമ്പോൾ, പരിശുദ്ധമാകപ്പെട്ട ഖിയാമത്ത് നാൾ കടന്നു വരുമ്പോൾ അവിടത്തേക്ക് കടന്നു വരും ഒരുപാട് ആളുകൾ കടന്നു വരുന്നത് എങ്ങനെയാണെന്നറിയോ? പച്ച വസ്ത്രത്തിലാണ് ഒരുപാട് ആളുകൾ കടന്നു വരുന്നത്. അവർക്ക് എന്തുണ്ട്? ഒരു പച്ച ചിറകുമുണ്ട്. പച്ച ചിറക് ധരിച്ചിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ സ്വർഗത്തിൻ്റെ നദീകരയിലൂടെ ഇങ്ങനെ പാറി നടക്കുമത്രേ. എല്ലാവരും നോക്കുമ്പോൾ അവരിങ്ങനെ എല്ലാവരും നോക്കി. ആ സമയത്ത് അവിടുന്ന് രഹസ്യമായിട്ട് ആരും അറിയാതെ ഇങ്ങനെ പാറിക്കൊണ്ട് ഒരു സമൂഹം ഇങ്ങനെ പാറിക്കൊണ്ട് പച്ച വസ്ത്രം ധരിച്ചുകൊണ്ട് പാറി കടന്നു വരുമ്പോൾ അവരെ നോക്കിയിട്ട് അവിടുന്ന് ചോദിക്കും, അവിടുത്തെ മാലാഖമാർ ചോദിക്കും, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അവിടുന്ന് പറയുന്നു, ഞങ്ങൾ സ്വർഗത്തിലേക്കാണ്. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുന്നു, ഞങ്ങൾ അല്ലാഹുവിന് വേണ്ടി രഹസ്യമായി നോമ്പെടുത്തുകൊണ്ട് രഹസ്യമായി ആത്മസംസ്കരണം നടത്തിയവരാണ്. അല്ലാഹുവിന് വേണ്ടി ആത്മസംസ്കരണം നടത്തിയവരാണ്. ഞങ്ങൾ അല്ലാഹുവിന് വേണ്ടി രഹസ്യമായി നോമ്പെടുത്തവരാണ്. അല്ലാഹുവിന് വേണ്ടി രഹസ്യമായി ഞങ്ങൾ ഇബാദത്ത് ചെയ്തവരാ. അതുകൊണ്ട് പടച്ച റബ്ബ് ഞങ്ങളെ രഹസ്യമായി സുഖലോക സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതാണെന്ന് അവിടുന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, നോമ്പെടുത്തവരാണ് അവർ. എല്ലാവരും നോമ്പെടുത്തവരാണ്. നോമ്പെടുത്തുകൊണ്ട് ആത്മസംസ്കരണം നടത്തിയവരാണ്. നോമ്പിലൂടെയാണ് സംസ്കരണം, ആത്മസംസ്കരണം നടത്തുന്നത് നോമ്പിലൂടെയാണ്. ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് ആത്മസംസ്കരണം നടത്തിയത് പരിശുദ്ധ റമളാനിലാണ്. ആ റമളാനിലെ നോമ്പ് നോറ്റിട്ട് ഒരാൾ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ അവനെ തൊട്ട് വികാരങ്ങൾ മാറി നിൽക്കുമത്രേ. എൻ്റെ പ്രിയമുള്ളവരെ, ബഹുദൈവ ആരാധനയോട് യാതൊരു വിധത്തിലുള്ള സാമ്യതയില്ലാത്ത സമയമാണ് പരിശുദ്ധ റമളാൻ. എൻ്റെ പ്രിയമുള്ളവരെ, ശിർക്ക് ഏതൊരു നോമ്പിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, നോമ്പിനൊക്കെ ഒരുപാട് പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതകളാണ് നോമ്പാണ് ഏറ്റവും ആത്മസംസ്കരണത്തിന് നല്ലത് എന്ന് പറയാൻ കാരണം. എൻ്റെ പ്രിയമുള്ളവരെ, ബഹുദൈവ ആരാധനയോട് യാതൊരു വിദഗ്ധമായ സാമ്യതയില്ലാത്തതുകൊണ്ടാണ് നോമ്പ്. അവർ നോമ്പ് നോക്കുന്നുണ്ടെങ്കിലും പക്ഷെ നമ്മുടെ നോമ്പിനോട് സാമ്യതയുള്ള ഒരു നോമ്പല്ല അവരുടെ. മാത്രമല്ല ഒരുപാട് പുണ്യങ്ങളാണ്. കുല്ലു അമലിൻ ഇബ്നു ആദമ യുലാഫുൽ ഹസനതു അശറ അംസാലിഹ. ആദരവായ പ്രവാചകനെ ഇവിടുന്ന് പഠിപ്പിക്കുകയാണ്. ആദരവായ പ്രവാചകനെ പഠിപ്പിക്കുകയാണ്. കുല്ലു അമലി ഇബ്നു ആദമ യുലാഫുൽ ഹസന അശറ അംസാലിഹ. ഓരോ അമലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടി പ്രതിഫലം നൽകുന്നു. ഒരു നന്മ നമ്മൾ ചെയ്താൽ, റമളാനിലല്ല അല്ലാത്ത സമയത്ത് ഒരു നന്മ ചെയ്താൽ അതിന് 10 പ്രതിഫലമാണ്. എന്നാൽ 700 പ്രതിഫലം വരെ നമുക്ക് ഇരട്ടിയായി നൽകും. നിസ്കരിച്ചാൽ ഇന്ന പ്രതിഫലം, ജമാഅത്ത് നിസ്കരിച്ചാൽ 27 ഇരട്ടി പ്രതിഫലം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഇരട്ടിയായിട്ട് 700 ഇരട്ടിയോളം പ്രതിഫലം അല്ലാഹു തആല നൽകും. പക്ഷേ അല്ലാഹു തആല പറയുകയാണ്, ഇല്ല സൗം, നോമ്പൊഴികെ. നോമ്പിന് അങ്ങനെ ഇരട്ടി പ്രതിഫലം എന്നല്ല, നോമ്പിന് ഇരട്ടി പ്രതിഫലം ഇല്ല എന്ന് പറയുമ്പോൾ അല്ലാഹു തആല പറയുകയാണ്, ആ നോമ്പതെനിക്ക് വേണ്ടിയുള്ളതാ, ആ നോമ്പതെനിക്ക് വേണ്ടിയുള്ളതാ. ആ നോമ്പ് നോറ്റാൽ എൻ്റെ അടിമകൾ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ ഞാനാണ് അവർക്ക് പ്രതിഫലം കൊടുക്കുക എന്ന് അല്ലാഹു തആല പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, ആ നോമ്പിലേക്ക് ഇരട്ടിയല്ല, എത്രയാണ് നമ്മുടെ ഹൃദയങ്ങളെ കൊണ്ട് ചിന്തിക്കാൻ കഴിയാത്തതാണ് നോമ്പിൻ്റെ പ്രതിഫലമെന്ന് അല്ലാഹു തആല പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ ഉമ്മ പരിശുദ്ധ റമളാൻ കടന്നു വന്നപ്പോൾ എങ്ങനെയായിരുന്നു അതിലേറെ മെച്ചപ്പെട്ട രീതിയിലാണ് റമളാൻ വരവേറ്റാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന പ്രതിഫലമാണ്. നമ്മുടെ
നമ്മുടെ ആത്മാവിന് സംസ്കരണം നൽകും. അള്ളാഹു നൽകി തരുമാറാവട്ടെ. മൂന്നാമത്തെ നോമ്പിൻ്റെ പവിത്രത എന്താണ്? റിയാ ഉണ്ടാവില്ല. നോമ്പോറ്റ ഒരാൾക്ക്, ഞാൻ നോമ്പോറ്റ് നിസ്കരിക്കുന്ന ഒരാൾക്ക് പറയാം, ഞാൻ എന്നാണ് കാണാൻ വേണ്ടിയിട്ട് നിസ്കരിക്കണേ, അല്ലെങ്കിൽ ഓൻ കാണാൻ വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, റിയാവ് ചിലപ്പോൾ വരാം. സ്വതക്ക് കൊടുക്കുമ്പോൾ റിയാവ് വരാം. പക്ഷേ എന്ത് തന്നെ ചെയ്താലും റിയാവ് വരാത്ത ഒന്നാണ് നോമ്പ്. നമുക്ക് നോമ്പ് ഉള്ളിലുള്ളതാണ്, ആരും അറിയാത്ത രഹസ്യമായ ഇബാദത്താണ് നോമ്പ്. ആ നോമ്പ് നോറ്റുകൊണ്ട് അള്ളാഹുവിലേക്ക് ആത്മാവിനെ അടുപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, എന്നാൽ നാലാമത്തെ നോമ്പിൻ്റെ സവിശേഷത എന്താണ്? അള്ളാഹുവിൻ്റെ സിഫത്തുകളോട് യോജിച്ച ഒരു അമലാണ് നോമ്പ്. അഥവാ ഭക്ഷണ പാനീയങ്ങൾ, ദേഹേച്ഛകൾ, അനാവശ്യ കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയ മാത്രം കിടക്കലില്ല നോമ്പ് എന്നുള്ളത്. നോമ്പ് ഭക്ഷണം മാത്രം ഒഴിവാക്കിയ പോരാ, മറ്റു അള്ളാഹ്ക്ക് എന്തൊക്കെ സിഫത്തുകളുണ്ടോ അതെല്ലാം സാമ്യതകളാണ് നോമ്പറ്റാൻ. അതായത് പറഞ്ഞത് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ സിയാമു മിന ത്വആമി വശറാബി ലൈസ സിയാമു മിന ത്വആമി വശറാബി. നോമ്പ് പറഞ്ഞാൽ വെറും ഭക്ഷണം ഒഴിവാക്കലില്ല, വെള്ളം ഒഴിവാക്കലില്ല നോമ്പ് പറഞ്ഞാൽ. മറിച്ച് എന്താ? വൈന്നമ സിയാമു മിനൽ ലഗ്വി വറഫ്സി. നോമ്പ് എന്ന് പറഞ്ഞാൽ അത് ലഘുവിൽ നിന്ന് ഒഴിവാക്കലാണ്, റഫദിൽ നിന്ന് ഒഴിവാക്കലാണ്. എന്താ ലഘുവെന്ന് പറഞ്ഞാൽ, എന്താ റഫദ് എന്ന് പറഞ്ഞാൽ? അനാവശ്യമായ കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ വിനോദ കാര്യങ്ങളുണ്ടല്ലോ. നോമ്പ് നോറ്റിട്ട് ഫോണും കളിച്ചിരിക്കലല്ല, നോമ്പ് നോറ്റിട്ട് ഗെയിമും കളിച്ചിരിക്കലല്ല, നോമ്പ് നോറ്റിട്ട് ഒരുപാട് വിനോദങ്ങൾ ഏർപ്പെട്ടിരിക്കലല്ല. അതിനൊന്നുമല്ല നോമ്പെന്ന് പറയല്. നോമ്പ് നോറ്റിട്ട് ഒരുപാട് പുണ്യമായ കാര്യങ്ങൾ ചെയ്യലാണ്, ഒരുപാട് വേണ്ടാതരങ്ങൾ ചെയ്താൽ നോമ്പല്ല. എൻ്റെ പ്രിയമുള്ളവരെ, ആദരമായ പ്രവാചകനോടെന്ന് പഠിപ്പിക്കുന്നു, ആരെങ്കിലും എന്നെ ചീത്ത പറഞ്ഞ, ആരെങ്കിലും എന്നെ തെറി പറഞ്ഞ, ആരെങ്കിലും നീ ഭ്രാന്തനാണെന്ന് പറഞ്ഞ, ആരെങ്കിലും നീ പൊട്ടനാണെന്ന് പറഞ്ഞ, ഫഖുൽ ഇന്നി സായിമൂ, നീ അവനോട് പറയണേ ഞാനൊരു നോമ്പുകാരനാ, ഞാനൊരു നോമ്പുകാരനാ. വഇന്നി സായിമൂ. ആരെങ്കിലും ചീത്ത പറഞ്ഞ, ആരെങ്കിലും എന്തെങ്കിലും നമ്മളെ ചീത്ത തെറി എന്ന് ചെയ്താൽ അവരെ എതിർക്കാൻ പോയാൽ നമ്മൾ പോലും എന്താ വ്യത്യാസമുള്ളത്? അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ആരെന്നുള്ള അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, നോമ്പെന്ന് പറഞ്ഞാൽ വെറും പട്ടിണി കിടക്കലല്ല, നമ്മുടെ ഹൃദയം സംസ്കരിക്കണം. അതാണ് നോമ്പിൻ്റെ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ആരെങ്കിലും നമ്മുടെ ചീത്ത പറഞ്ഞവർ പറയാൻ, ഞാൻ നോമ്പുകാരനാണെന്ന് പറയണം. അല്ലെങ്കിൽ ഞാൻ ഒരു ചീത്ത പറഞ്ഞു, നമ്മൾ ഓരോ ഇങ്ങനെ ചീത്ത പറഞ്ഞാൽ എന്നാൽ നമ്മൾ ഓരോ പോലെ ആവും, നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അള്ളാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇവിടുന്ന് പറയുകയാണ്, മല്ലം യദഅ ഖൗല സൂരി വഅമില ബിഹി വൽ ജഹലി ഫലൈസ ലഹു ഹാജത്തുൻ അൻ യദഅ തഹാമഹു വശറാബഹു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ്, അള്ളാഹു തആല പറയുന്നതായിട്ട് ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ചീത്ത കർമ്മങ്ങളിൽ നിന്ന് വിട്ടു നിന്നിട്ടില്ലെങ്കിൽ, മോശമായ സംസാരങ്ങളിൽ നിന്ന് ആരെങ്കിലും വിട്ടു നിന്നിട്ടില്ല എങ്കിൽ, നോമ്പ് നോക്കിയിട്ട് ആരെങ്കിലും അവൻ്റെ തൊള്ളടക്കി നിൽക്കുന്നില്ല എങ്കിൽ, നമ്മാടിത്തങ്ങളെ തെറിങ്ങനെ പറയാം, അങ്ങനെ ജീവിക്കുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അള്ളാഹുവിലേക്ക് അവൻ്റെ ഭക്ഷണം ഒഴിവാക്കുന്നതിൻ്റെയും അവൻ്റെ പാനീയങ്ങൾ ഭക്ഷണം പട്ടിണി കടന്നുള്ളൊരു കാര്യമില്ല. അള്ളാഹുവിലേക്ക് അവൻ്റെ പട്ടിണിക്ക് ഒരു ആവശ്യമില്ല എന്ന് ആദരവായ പ്രവാചകൻ പറയുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചെന്ന രീതിയിൽ ജീവിക്കണം. നമ്മൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കാണിച്ചെന്ന രീതിയിൽ ജീവിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, നോമ്പിൻ്റെ അഞ്ചാമത്തെ പ്രതിഫലം എന്താണ്? നോമ്പിൻ്റെ അഞ്ചാമത്തെ പ്രതിഫലം എന്താ? അവിടുന്ന് ശാരീരിക ഇച്ഛകളെയും താല്പര്യങ്ങളെയും മെരുക്കിയെടുക്കാൻ കഴിയുന്ന നോമ്പാണ്. ശരീരത്തിൻ്റെ ഇച്ഛകളെയും, നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഇച്ഛകളും വികാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞെന്താ? നമ്മുടെ വികാരങ്ങളൊക്കെ ശമിപ്പിക്കാൻ ഏറ്റവും നല്ലതായ, ഏറ്റവും ബെറ്ററായ ഇബാദത്ത് നോമ്പാ. ആർക്കെങ്കിലും കല്യാണം കഴിക്കാൻ വൈവാഹികമായ അല്ലെങ്കിൽ വൈകാരികമായ നമ്മളെ കാര്യങ്ങൾക്കൊന്നും ആർക്കെങ്കിലും നടക്കണില്ല എങ്കിൽ വമല്ലം യസ്തതിഉ ഫഅലൈഹി ബിസ്സൗം, ആദരവായ പ്രവാചകൻ പറയുകയാണ്, ഫഇന്നഹു ലഹു വിജാഉൻ. അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, അങ്ങനെ ആരെങ്കിലും പ്രയാസപ്പെട്ട അവൻ്റെ വികാരങ്ങൾ ശമിപ്പിക്കാൻ, അവൻ നോമ്പ് നോൽക്കട്ടെ എന്ന് പ്രവാചക റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, അതാണ് നോമ്പിൻ്റെ ആത്മസംസ്കരണത്തിൻ്റെ കാരണമെന്ന് നാം പറയുമ്പോൾ,
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരിടത്ത് പറയുകയാണ്, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുകയാണ്, ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹിൽ അൻഹാർ ഖാലിദീന ഫീഹാ വദാലിക ജസാഉ മൻ തസക്കാ. അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുകയാണ്, തസ്കിയത്ത് ചെയ്തവരുടെ പ്രതിഫലം എന്തെന്നോ, റമദാൻ വന്നിട്ട് ആത്മസംസ്കരണം നടത്തിയ, റമദാൻ വന്നിരണമെന്നില്ല, ആത്മസംസ്കരണം നടത്താൻ പരിശുദ്ധ റമദാനിന്റെ ആവശ്യമില്ല. പക്ഷേ ആ റമദാൻ ആത്മസംസ്കരണത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ്. ആ റമദാൻ വന്നിട്ട് ആരെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ വന്നിട്ട് ആരെങ്കിലും ആത്മസംസ്കരണം നടത്തി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ജന്നാത്തു അദ്നി തജ്രി മിൻ തഹ്തിഹിൽ അൻഹാർ, ജന്നാത്തു അദ്നി തജ്രി മിൻ തഹ്തിഹിൽ അൻഹാർ. സുഖലോക സ്വർഗ്ഗത്തിൽ ഒരുപാട് പൂന്തോട്ടങ്ങളുണ്ട്, ഒരുപാട് പൂങ്കാവനങ്ങളുണ്ട്. ആ സുഖലോക സ്വർഗ്ഗത്തിന്റെ പൂന്തോട്ടത്തിന്റെ താഴെയിലൂടെ ഒഴുകുന്ന നദികളുണ്ട്. ഖാലിദീന ഫീഹാ, ആ സുഖലോക സ്വർഗ്ഗത്തിലെ ആ സമുദായക്കാർ അവർ മാത്രം ആ സുഖലോക സ്വർഗ്ഗത്തിലെ ഖാലിദീങ്ങളാണ്, അവർ നിത്യവാസക്കാരാ. അവരുടെ പ്രത്യേകത എന്തെന്നോ, അത് ആരെക്കുറിച്ച് പറഞ്ഞതാണെന്നറിയോ? പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുകയാണ്, വദാലിക ജസാഉ മൻ തസക്കാ. തസ്കിയത്ത് ചെയ്തവരുടെ പ്രതിഫലമാണ് അതെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തസ്കിയത്ത് ചെയ്താൽ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ ആത്മാവിനെ സംസ്കരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരൊറ്റ ചരിത്രം കൂടി പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, പ്രവാചകരുടെ ചാരത്തേക്ക് അവിടുത്തെ സ്വഹാബത്തിൻ്റെ തസ്കിയത്തിനെ കുറിച്ചാണ് പറയുന്നത്. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് ഒരു അറാബിയായ മനുഷ്യൻ കടന്നു വരികയാണ്. ആ അറാബിയായ മനുഷ്യൻ കടന്നു വന്നിട്ട് നബിയോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ നബിയേ, ഞാനൊരു തെറ്റ് ചെയ്തു പോയി നബിയേ, എനിക്ക് അല്ലാഹു തആല പൊരുത്തപ്പെട്ടു തരുമോ? അവിടുന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അല്ലാഹു തആല ശിർക്കല്ലാതെ ഏത് പാപം ചെയ്താലും പടച്ചറബ് പൊരുത്തപ്പെട്ടു തരുന്നതാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുന്ന് പറയുന്നു, നബിയേ, അല്ലാഹു എനിക്ക് പൊരുത്തപ്പെടൂല നബിയേ, പടച്ചറപ്പനോട് പൊരുത്തപ്പെടൂല നബിയേ എന്ന് പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ കരയാൻ തുടങ്ങി. നബി തങ്ങൾ ചോദിച്ചു, എന്ത് തെറ്റേ നീ ചെയ്തു കൂട്ടിയത്? അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ആ മനുഷ്യനെ പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാനൊരു തെമ്മാടിയാ നബിയേ, ഞാൻ എൻ്റെ ജീവിതകാലത്ത് അങ്ങ് റസൂലായി വരുന്നതിൻ്റെ മുമ്പേ ജാഹിലിയ്യ കാലഘട്ടത്തിൽ എൻ്റെ കൈകളെ കൊണ്ട് ഒരുപാട് പിഞ്ചു പൈതങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടിയവനാ നബിയേ. എൻ്റെ കൈകളെ കൊണ്ട് ഒരുപാട് പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയവനാ റസൂലേ. എൻ്റെ കൈകളെ കൊണ്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് യാ റസൂലല്ലാഹ്, ഞാൻ തെമ്മാടിയായി പോയി. പക്ഷേ റസൂലേ, അങ്ങ് വന്ന് അതെല്ലാം നിർത്തിയപ്പോ അങ്ങ് ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ട് ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിച്ച 6-ാം നൂറ്റാണ്ടിലെ അന്ധകാരനിബിഡമായ 6-ാം നൂറ്റാണ്ടിലെ ആധുനികതയുടെ വളവളപ്പ് അന്ധകാരത്തിന്റെ ആഴങ്ങളിലേക്ക് ആഞ്ഞുകൊണ്ടിരിക്കുന്ന അന്നത്തെ കാലഘട്ടത്തിലെ നബിയേ, നമ്മൾ ചെയ്തു പോയ പാപങ്ങളാണ്, അവിടുന്ന് ചെയ്തതാണ്. പക്ഷേ അങ്ങ് വന്നിട്ട് അത് നിർത്തലാക്കിയല്ലേ. അതിൻ്റെ ശേഷമാണ് എനിക്കൊരു കുഞ്ഞുണ്ടായത്. ആ കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം എനിക്കൊരു പെൺകുഞ്ഞ് പറഞ്ഞു. ആ പെൺകുഞ്ഞിനെ ഞാൻ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അവിടുന്ന് എൻ്റെ ഭാര്യ എന്നെ തടയുന്നു, എന്നോട് പറയുന്നു, ഇക്കാ, എന്തിനാ അവൻ്റെ പൊന്നുമോളെ കൊല്ലുന്നത്? എൻ്റെ പൊന്നുമോളെ കൊല്ലുന്നത് എന്തിനാ? നമുക്കൊരുപാട് കാലത്തെ ആഗ്രഹമല്ലേ, ഒരുപാട് കാലത്തെ കാത്തിരിപ്പല്ലേ, ഇതിനെ നമുക്ക് വളർത്തിക്കൂടെ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സവിടുന്ന് അലിയുന്നു. ഞാൻ ആരും അറിയാതെ എൻ്റെ ഒരുപാട് കൂട്ടുകാരുടെ പിഞ്ചുവൈദ്യങ്ങളെ എൻ്റെ കൈകളെ കൊണ്ട് ഞാൻ കുഴിച്ചു മൂടിയിട്ടുണ്ട്. പക്ഷേ സ്വന്തം മോളെ കുഴിച്ചു മൂടാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആരും അറിയാതെ
അവസാനം അവരുടെ കല്യാണ പ്രായമെത്തിയപ്പോൾ എല്ലാവരെയും കല്യാണത്തിന് ക്ഷണിച്ചു. എല്ലാവരും ഒരുമിച്ച് കൂടി. യാ റസൂലല്ലാഹ്, അവിടുന്ന് എൻ്റെ പൊന്നുമോളെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറക്കാതെ നോക്കിയതാ. പക്ഷേ കല്യാണ സമയത്ത് അവളെ ഞാൻ പുറത്തിറക്കിയപ്പോ അവളെ കണ്ടതെന്തെന്നറിയോ? 18 വയസ്സ് പ്രായമായ എൻ്റെ പൊന്നുമോൾ കല്യാണത്തിന് വേണ്ടി പുറത്തിറങ്ങിയപ്പോ അവളെ കണ്ടത് എൻ്റെ കുടുംബങ്ങളാണ്, എൻ്റെ കൂട്ടുകാരാണ്. ഇന്ന് അവരൊരാളും കണ്ടിട്ടില്ല. അവർ പറഞ്ഞു പോയി, എന്തേ നിനക്കൊരു കുഞ്ഞുണ്ടായപ്പോ നിനക്ക് കൊല്ലാമടിയായോ? ഞങ്ങളെ എത്ര പിഞ്ചു വൈദങ്ങളെയാണ് കൊന്നു കളഞ്ഞത്. അവിടുന്ന് എൻ്റെ കൂട്ടുകാര് പറയുമ്പോൾ നബിയേ കൊല്ലാതെ മനസ്സിനങ്ങ് കൊണ്ടുപോയി. അവിടുന്ന് എൻ്റെ കൂട്ടുകാരെല്ലാവരും കല്യാണത്തിൽ നിന്ന് പിരിഞ്ഞുപോയി. കല്യാണം മുടങ്ങിപ്പോയി. നബിയേ അവിടുന്ന് റസൂലുള്ളാഹി തങ്ങൾ നോക്കുന്നുണ്ട്, സഹാബത്ത് കൂടിയിരിക്കുന്നുണ്ട്. റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അവസാനം എൻ്റെ പൊന്നുമോളെ കല്യാണം മുടങ്ങിയതിൻ്റെ പേരിൽ വല്ലാതെ മനോവിഷമം അനുഭവിക്കുന്നു. അങ്ങനെ ഞാൻ അവളെ സമാധാനപ്പെടുത്തി, ഞാൻ അവളെ സ്വാതന്ത്ര്യപ്പെടുത്തി. എന്നിട്ട് പറയുന്നു, മോളെ വിഷമിക്കണ്ട, എൻ്റെ കല്യാണ ദിവസമല്ലേ, നമുക്ക് ബസറയിലേക്ക് പോയി ഈത്തപ്പന തൈ വാങ്ങി വരാം. എൻ്റെ കല്യാണത്തിൻ്റെ ദിവസമായിട്ട് അതിൻ്റെ ഒരു ഓർമ്മക്കാൻ നമുക്കതവിടെ കുഴിച്ചിടാമെന്ന് പറഞ്ഞിട്ട് ഭാര്യയോട് യാത്ര പറഞ്ഞിട്ട് എൻ്റെ വിദൂരത്തുള്ളൊരു തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ പോയി ഞാനൊരു വലിയ കുഴിയുണ്ടാക്കി. ആ ഈത്തപ്പന തൈ വാങ്ങിയിട്ട് വലിയൊരു കുഴിയുണ്ടാക്കി. ആ ഈത്തപ്പന തൈ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് വലിയ കുഴിയുണ്ടാക്കിയപ്പോ എൻ്റെ പൊന്നാര മകൾ എന്നോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ സ്നേഹനിധിയായ എൻ്റെ പൊന്നുമോള് ചോദിക്കുന്നുണ്ട്, ഉപ്പാ എന്തിനാ ഉപ്പാ ഇത്രയും വലിയ കുഴിയെല്ലാം? അവിടുന്ന് ഞാൻ പറയുന്നു, മോളെ ഇത് പ്രത്യേക തരം ഈത്തപ്പനയാണ്. അതുകൊണ്ട് ഈ ഈത്തപ്പനയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ വല്ലാതെ വളർന്ന് പന്തലിക്കുന്നതാ, പെട്ടെന്ന് ഉയർന്നു പൊങ്ങുന്നതാ. അതിനു വേണ്ടിയാണ് ഈ വലിയ കുഴി എന്ന് പറയുമ്പോൾ സ്വന്തം പൊന്നാര മകൾക്ക് വേണ്ടി കുഴിയുണ്ടാക്കി. അവസാനം യാ റസൂലല്ലാഹ്, എൻ്റെ മകളോട് ഞാൻ പറഞ്ഞു, നിന്റെ കൈകൊണ്ട് ഈത്തപ്പന തൈ നടണം. അവിടുന്ന് എൻ്റെ പൊന്നാര മകള് സന്തോഷത്തോടെ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അവിടുന്ന് പറയുന്നു, ഉപ്പാ ഞാൻ കാരണം എൻ്റെ ഉപ്പാക്ക് ഒരുപാട് പ്രയാസം അനുഭവപ്പെട്ടല്ലേ, ഞാൻ കാരണം എൻ്റെ ഉപ്പാക്ക് ഒരുപാട് കൂട്ടുകാരെ നഷ്ടപ്പെട്ടല്ലേ, എൻ്റെ ഉപ്പ എന്നോട് ക്ഷമിക്കണം ഉപ്പാ. ഞാൻ എൻ്റെ പൊന്നാര മകളെ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ പൊന്നാര മോളുടെ നെറ്റിത്തടത്തിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് അവിടുന്ന് പറയുന്നു, മോളെ അതൊന്നും എനിക്ക് പ്രശ്നമല്ല, എനിക്ക് എൻ്റെ പൊന്നാര മകളല്ലേ വലുതെന്ന് പറഞ്ഞ് അവസാനം ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു, നിന്റെ കൈ കൊണ്ട് ഈത്തപ്പന തൈ നടണം, എൻ്റെ കൈ കൊണ്ട് ഈത്തപ്പന തൈ നടണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മകളെ ആ കുഴിയിലേക്ക് ഇറക്കുകയാണ്. അവിടുന്ന് എൻ്റെ മകള് എന്നെ വിശ്വസിച്ചിട്ട് ആ കുഴിയിലേക്ക് ഇറങ്ങിയിട്ട് ആ ഈത്തപ്പന തൈ നടാൻ വേണ്ടി കുനിഞ്ഞു നിന്നപ്പോൾ അവിടത്തേക്ക് എൻ്റെ പൊന്നാര മകളുടെ തലയിലേക്ക് വലിയ പാറക്കല്ലെടുത്തിട്ട്, നബിയേ യാ റസൂലല്ലാഹ്, എൻ്റെ പൊന്നാര മകളുടെ തലയിലേക്ക് ഞാനൊരു വലിയ പാറക്കല്ലെടുത്തിട്ട് നബിയേ എന്ന് പറഞ്ഞിട്ട് ആ സ്വഹാബി പൊട്ടിക്കരയുകയാണ്. ആ അറാബിയായ സ്വഹാബി പൊട്ടിക്കരയുകയാണ്. യാ റസൂലല്ലാഹ്, അവിടുന്ന് എൻ്റെ പൊന്നാര മകളുടെ തലയിലേക്ക് വലിയ കല്ലെടുത്തിട്ട് എൻ്റെ പൊന്നാര മകളുടെ തല ചിന്നി ചിതറുകയാണ്. യാ റസൂലല്ലാഹ്, അവിടത്തേക്ക് ആ പൊന്നാര മകളുള്ള ആ കുഴിയുണ്ടല്ലോ, ഞാനങ്ങ് കുഴിച്ചു മൂടുമ്പോൾ എൻ്റെ മകൾ അവിടുന്ന് ചോദിക്കുന്നുണ്ട്, ഉപ്പാ ഇതിനു വേണ്ടിയാണോ എന്നെ കൊണ്ടുവന്നത്? എന്ത് തെറ്റ് ഞാൻ ചെയ്തു വാപ്പാ എന്ന് പറഞ്ഞിട്ട് പൊന്നാര മകൾ പൊട്ടിക്കരയുമ്പോ എൻ്റെ പ്രിയമുള്ള ഉമ്മ, എൻ്റെ സ്ത്രീ സമൂഹമേ, അത്രമേൽ കഠിനാധ്വാനങ്ങൾ
അട്ടാസം കേട്ടു. എൻ്റെ മകൾ ഇങ്ങനെ കരയുകയാണ്. ഉപ്പാ, എൻ്റെ ഉപ്പ എന്ന് വിളിച്ചിങ്ങനെ കരയുന്നുണ്ട്. എനിക്കത് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞില്ല. എനിക്കെൻ്റെ കൂട്ടുകാരുടെ ഇടയിലുള്ള അഭിമാനമായിരുന്നു വലുത്. അങ്ങനെ ഞാൻ എൻ്റെ പൊന്നാര മകളെ കുളിച്ചു മൂടി നബിയേ, എൻ്റെ പൊന്നാര മകളെ ജീവനോടെ കുളിച്ചു മൂടിയിട്ട് അവസാനം ഞാൻ എൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ എൻ്റെ ഭാര്യ ഈ വിവരം അറിഞ്ഞിട്ട് എന്നോട് പിണങ്ങിപ്പോയി. അവസാനം ഞാൻ മാത്രമായി പോയി നബിയെ, അങ്ങോട്ടൊരു അഭയം പ്രാപിക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ മുത്തുനബി തങ്ങളുടെ മുഖം ചുവന്ന് തുടുത്തിരുന്നു. അവിടുന്ന് റസൂലായി തങ്ങളെ കരയാണ്, റസൂലിനെ കരയാണ്, സ്വഹാബത്ത് കരയാണ്. ഈ ഒരു ചരിത്ര സംഭവം കേട്ടിട്ട് അല്ലാഹുവിൻ്റെ പ്രവാചകരെ കരഞ്ഞിട്ട് ആട്ടാണ് പോടാ അവിടെ നിന്ന് പറഞ്ഞിട്ട് അവിടുന്ന് റസൂലായി തങ്ങളെ സ്വന്തം മകളെ ജീവനോടെ കുളിച്ചു മൂടിയ ആ സ്വഹാബിയെ ആട്ടുകയാണ്. നിനക്ക് എന്ത് തൗബയാണെന്ന് പറഞ്ഞ് ആട്ടിയപ്പോൾ അവിടുന്ന് ആ ചെറുപ്പക്കാരൻ അവസാനം ഉണ്ടായിരുന്ന അത്താണി ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈയൊടിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വെച്ച് നടക്കുകയാണ്. ജീവിതത്തിൽ എല്ലാ നിലക്കും ഒറ്റപ്പെട്ടു. സ്വന്തം കൂടെ ഉണ്ടായിരുന്ന ഭാര്യ പോലും പിരിഞ്ഞു പോയി. അങ്ങനെ ഒറ്റപ്പെട്ടുകൊണ്ട് വെച്ച് നടക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാത്ത കരച്ചിലാണ്. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ആരേ പറഞ്ഞു നബിയെ, അല്ലാഹു തആല പൊരുത്തപ്പെട്ടു കൊടുത്ത ഒരു പാപത്തിനിക്ക് അദ്ദേഹം തൗബ ചെയ്ത് മടങ്ങിയതല്ലേ, അദ്ദേഹം ആത്മസംസ്കരണം നടത്തി മടങ്ങിയതല്ലേ, എന്തിനാ നബിയെ പറഞ്ഞയച്ചത്? അദ്ദേഹത്തിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു നബിയേ എന്ന് പറയുമ്പോൾ അവിടുന്ന് റസൂലുള്ളാഹി തങ്ങൾ ആ മനുഷ്യനെ തിരിച്ചു വിളിക്കുകയാണ്. അവിടുന്ന് ആ മനുഷ്യനെ തിരിച്ചു വിളിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് അല്ലാഹു തആല പൊരുത്തപ്പെട്ടു കൊടുത്തു എന്ന് പറയുമ്പോൾ അദ്ദേഹം പിന്നെ ആ കാലത്ത് മദീനയിലെ ഏറ്റവും വലിയ സ്വഹാബിയായി മാറി എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, നാം ചിന്തിക്കേണ്ടത് ഇതാണ്. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമാക്കപ്പെട്ട ആത്മാവിനെ സംസ്കരിച്ചെടുക്കാൻ അല്ലാഹു തആല ആ മനുഷ്യർക്ക് നൽകിയ സമയം അതായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ പ്രിയ ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം അവിടുത്തെ ബഗ്ദാദിലൊരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണ് വല്ലാതെ സൗന്ദര്യത്തിൻ്റെ ഉടമയായ പെണ്ണാ. അങ്ങനെ ആ പെണ്ണിങ്ങനെ നടക്കും, ഭൂമി ലോകത്തോട് ഇങ്ങനെ നടക്കും. ആ പെണ്ണിൻ്റെ ഔറത്ത് ഇന്നവരെ ഒരാളും കണ്ടിട്ടില്ല. ആ പെണ്ണിൻ്റെ കണ്ണല്ലാതെ ഒരാളും ഇന്നവരെ കണ്ടിട്ടില്ല. ഹിജാബ് ഇട്ടുകൊണ്ട് പെണ്ണിങ്ങനെ നടക്കും. ആ പെണ്ണിൻ്റെ ജോലി കഴിഞ്ഞ് എല്ലാ ദിവസവും വൈകുന്നേരം അങ്ങാടിയിലൂടെ നടന്നു വരും. ആ നാട്ടിലെ ബഗ്ദാദിലെ ഏറ്റവും വലിയ സുന്ദരിയായ പെണ്ണാ. ആ പെണ്ണിങ്ങനെ വരുമ്പോൾ അവിടെ നിന്ന് കൂടിയിരുന്ന ചെറുപ്പക്കാരൻ പറയും, കൂടുതലുള്ള സൗന്ദര്യമുള്ളൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരനോട് കൂട്ടുകാർ പറഞ്ഞു, നിനക്ക് ആ പെണ്ണിനെ വളക്കാൻ കഴിയും നോക്കട്ടെ, നിനക്ക് വളയാതൊരു പെണ്ണും ഈ ബഗ്ദാദിലില്ല, ഈ പെണ്ണിനെ വളക്കാൻ പറ്റും നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ആ പെണ്ണിൻ്റെ പിന്നാലെ പോയി. ആബിദത്തായ സ്വാലിഹത്തായ പെണ്ണ. ഉമ്മമാരെ, നിങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അവിടുന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് ആ പെണ്ണിൻ്റെ പിന്നാലെ നടക്കുകയാണ്. എൻ്റെ ഉമ്മമാരെ, ഈമാനുള്ള ഉമ്മ, ഈ ഒരു ക്ലാസ്സിലേക്ക് കടന്നു വരാൻ, ഈ SKSSFിൻ്റെ മക്കൾ ഇവിടെ സംഘടിപ്പിച്ച ഈ ക്ലാസ്സിലേക്ക് വരാൻ, പരിശുദ്ധ റമളാൻ പുണ്യങ്ങൾ കരഗതമാകാൻ, ആത്മാവിനെ സംസ്കരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കടന്നു വന്ന ഉമ്മ നിങ്ങളെപ്പോലത്തെ ഒരു ഉമ്മയാണ്. ഇവിടത്തേക്ക് ആ പിന്നാലെ ചെറുപ്പക്കാരിയായ പെണ്ണിൻ്റെ പിന്നാലെ ആ ചെറുപ്പക്കാരൻ നടന്നു പോകുമ്പോൾ അവിടുന്ന് ചോദിക്കുന്നുണ്ട്, എന്തേ 2-3 ദിവസം നടന്നിട്ടും പിന്നാലെ നടന്നിട്ടും ആ ആ ചെറുപ്പക്കാരിയായ പെണ്ണ് മൈൻഡ് ചെയ്തില്ല. അവസാനം പിന്നാലെ നടക്കുന്നത് പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ അവിടുന്ന് പെണ്ണ് ചോദിച്ചു, എന്തേ നിനക്ക് വേണ്ടത്? അവിടുന്ന് ഈ ചെറുപ്പക്കാരൻ പറയുന്നു, എനിക്ക് നിന്നെ വേണം പെണ്ണ്, എനിക്ക് നിന്നെ വേണം. അവിടുന്ന് പെണ്ണ് ചോദിക്കുന്നു, നിനക്ക് എന്നെ വേണമെന്ന് പറയാ കാരണം എന്തേ? ഇന്നേ വരെ എൻ്റെ ശരീരത്തിൻ്റെ ഒരവയവം ഒരാളും കണ്ടിട്ടില്ല, എൻ്റെ സൗന്ദര്യം നിനക്കിങ്ങനെ മനസ്സിലായി. അവിടുന്ന് ആ ചെറുപ്പക്കാരൻ പറയുന്നു, എൻ്റെ പെണ്ണേ, നിന്റെ കണ്ണ് കണ്ടാലറിയാം നിന്റെ സൗന്ദര്യത്തിൻ്റെ വണ്ണം എത്രയാണെന്ന്. നിന്റെ കണ്ണ് കണ്ടാലറിയാം. കണ്ണല്ലാത്ത പെണ്ണിൻ്റെ ഒരവയവും അവിടെ കണ്ടിട്ടില്ല. ആ പെണ്ണ് കണ്ണ് കാണാൻ വേണ്ടിയിട്ട് അവിടുന്ന് കണ്ണിൻ്റെ
കണ്ണിന്റെ ഭാഗം മറച്ചിരുന്നില്ല. അവിടുന്ന് പെണ്ണ് പറയുന്നു, എന്നാൽ ഒരൊറ്റ നിമിഷം ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞിട്ട് പെണ്ണ് വീടിന്റെ അകത്തളങ്ങളിലേക്ക് കയറിപ്പോയി. അല്പസമയം കാത്തിട്ട് ആ ചെറുപ്പക്കാരൻ അവിടെ കാത്തിരിക്കുകയാണ്. ഇവിടെ പെണ്ണ് പെട്ടെന്ന് കടന്നു വരുന്നു, കൈകൾ നീട്ടാൻ പറയുന്നു. അവിടുന്ന് ആ ചെറുപ്പക്കാരൻ കൈകൾ നീട്ടിയപ്പോ ആ പെണ്ണ് വെച്ച് കൊടുക്കുന്നറിയോ, ആ പെണ്ണിന്റെ 2 കണ്ണുകൾ ചുയിന്നെടുത്തിട്ട് ആ പെണ്ണ് സ്വയമായിട്ട് ആ ചെറുപ്പക്കാരിയായ ഉമ്മയുണ്ടല്ലോ, അവിടുത്തെ കണ്ണുകൾ ചുയിന്നെടുത്തിട്ട് ആ ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് വെച്ചിട്ട് പറയുന്നു, നിനക്ക് ഈ കണ്ണല്ലേ വേണ്ടത്? ഈ ദുനിയാവിന് വേണ്ടിയല്ലേ നീ ജീവിക്കുന്നത്? ഈ കണ്ണല്ലേ നിനക്ക് വേണ്ടത്? ഇത് നീ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് എന്റെ പിന്നാലെ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരെ കരയുമ്പോ ഉൾക്കൊള്ളാൻ കഴിയാതെ നാട്ടിലെ ഏറ്റവും തമ്മാടിയായ ഏറ്റവും ചുറുചുറുക്കുള്ള സുന്ദരനായ ആ ചെറുപ്പക്കാരൻ ആ കണ്ണ് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ കണ്ണവിടെ എറിഞ്ഞിട്ട് അവിടുന്ന് ഓടുകയാണ്. ഓട്ടം ഓടിയിട്ട് അവസാനം ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിപ്പോയി അവിടെയായി ജീവിച്ചു കൂടുകയാണ്. തൗബ ചെയ്തിട്ട് ഒരുപാട് വിചാരങ്ങൾ നടത്തിയ ആ ചെറുപ്പക്കാരൻ തൗബ ചെയ്ത് മടങ്ങി പടച്ച റബ്ബിലേക്ക് മടങ്ങുകയാണ്. അവിടുന്ന് ആ ചെറുപ്പക്കാരൻ വലിയ മഹാനായി മാറുകയാണ്. ചരിത്രം പഠിപ്പിക്കുമ്പോ അവരുടെ എല്ലാം ആത്മാവിനെ സംസ്കരിച്ചത് എങ്ങനെയാണ്? ജീവിത സാഹചര്യങ്ങളാണ്. ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങൾ അവന്റെ ആത്മാവിനെ സംസ്കരിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാവിനെ സംസ്കരിക്കുവാനാവട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബത്തെല്ലാം ആത്മാവിനെ സംസ്കരിച്ചവരാണ്, ആത്മശുദ്ധീകരണം നടത്തിയവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചേർപ്പിച്ചു കൂടാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അവരെടുത്തോളും ഇങ്ങനെ 150 പറഞ്ഞു. സ്ത്രീകളൊക്കെ കൊടുത്താലും ഒരു വെച്ചിട്ടു. ഇപ്പം സമയം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമയത്തിന് ബറക്കത്ത് ചെയ്യട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവർ, ആത്മസംസ്കരണം നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം തന്നെ മാറ്റിവെക്കണം. ആത്മാവിനെ സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. അതിനോരോ സാഹചര്യങ്ങളാണ് നമ്മുടെ പറഞ്ഞ ചരിത്രങ്ങളെല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിത ശൈലികൾ മാറ്റം വരുത്താൻ തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ മക്കളെല്ലാം വിളിച്ചിട്ട് നമ്മുടെ മക്കളെല്ലാം നാം ഉപദേശിക്കണം. എല്ലാവർക്കും നല്ല ഉപദേശങ്ങൾ കൊടുക്കണം ആത്മാവിൻ്റെ സംസ്കരണത്തിന് വേണ്ടിയിട്ട്. റമളാൻ മാസമാണ്, പരിശുദ്ധ റമളാൻ കടന്നു വന്നിട്ട് നന്നാവാത്തവൻ്റെ അവസ്ഥ നാം നേരത്തെ പറഞ്ഞല്ലോ. അതുപോലത്തെ ശിക്ഷയാണ് പടച്ചിറപ്പ് കാത്തിരക്ഷിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാൻ കടന്നു വന്ന് നമ്മുടെ നാടുകളിൽ എത്ര പേര് തമ്മാടിത്ത കളിച്ച് നടക്കുന്നുണ്ട്. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നു, യാ സ്വഹാബാ, ഓരോരുത്തരുടെ ഹൃദയങ്ങളെ ആത്മസംസ്കരണം നടത്തിയിട്ടില്ല എങ്കിലേ നാളെ ദുനിയാവിൽ ആഖിറത്തിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുമ്പോൾ പടച്ചറപ്പിനോട് മറുപടി പറയാൻ നിനക്കെന്താ ഉള്ളത് ഉമ്മ? ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തിട്ട് കാര്യമില്ല. നന്മകൾ ചെയ്തിട്ട് മാത്രം പോരാ ഉമ്മ, മറ്റുള്ളവർ നന്നാകണം ഉമ്മ, നമ്മുടെ കുടുംബങ്ങൾ നന്നാകണം, നമ്മുടെ ഉത്തരവാദിത്വത്തിലുള്ളവർ എല്ലാവരും നന്നാകണം. അതുകൊണ്ടല്ലേ പ്രവാചകരോട് എന്ന് പറയുന്നത്, കുല്ലുകും റാഇ വ കുല്ലുകും മസ്ഊലുൻ അൻ റഇയതിഹി, എല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ്. ഉമ്മമാരെല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ്. പടച്ചറപ്പ് ചോദിക്കും. നമ്മളിങ്ങനെ കുറേ നിസ്കാരപ്പായും കുറേ ക്ലാസ്സും കേട്ട് ഇങ്ങനെ നടക്കും. നമ്മളിങ്ങനെ നന്നായി മാത്രം പോരാ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ നന്നായി മാത്രം മക്കളെ നന്നാക്കണം, നമ്മുടെ ഭർത്താക്കന്മാർ നന്നാക്കണം. പലരും ഭർത്താക്കന്മാർ ഭാര്യമാരും ഇങ്ങനെ നിസ്കരിക്കും, ഭർത്താക്കന്മാർ കുറുക്കം വലിച്ച് കടന്നുറങ്ങും. എൻ്റെ ഉമ്മമാരൊക്കെ നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഭർത്താക്കന്മാരെ മക്കളൊക്കെ നന്നാക്കി തരുമാറാവട്ടെ. എല്ലാവരോടും കുറിച്ച് ഉപദേശം കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നാളെ സുഖലോക സ്വർഗത്തിലേക്ക് നാം കടക്കാൻ നോക്കുമ്പോൾ അവിടുന്ന് മക്കൾ നമ്മളെ പിടിച്ചു വലിക്കും. ഉമ്മ, പടച്ചവനെ, എൻ്റെ ഉമ്മാനെ വഴങ്ങ, എൻ്റെ ഉമ്മ എന്നെ ഉപദേശിക്കാത്തതിൻ്റെ പേരിലാണ് ഞാൻ ഇന്ന് നരകത്തിൽ, എൻ്റെ ഉമ്മ സ്വർഗത്തിലും എന്ന് പറയുമ്പോൾ പടച്ചറപ്പ് നമ്മളെ നരകത്തിലാക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എല്ലാവരും ഉഷാറാകണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്.
بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لنا ذنوبنا يا رب العالمين എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പരിശുദ്ധ റമളാൻ നമ്മോട് വിട പറയാതിരിക്കുകയാണ് ഒന്നാമത്തെ 10 കടന്ന് വിട പറഞ്ഞത് ഇങ്ങനെയാണ് ആർക്കെങ്കിലും അറിയോ എത്ര പെട്ടെന്ന് പരിശുദ്ധ റമളാൻ കഴിഞ്ഞു പോകുന്നത് രണ്ടാമത്തെ 10ലേക്ക് നാം കാലെടുത്ത് വെച്ചില്ലേ അവിടുന്ന് ചോദിക്കണ്ട ഉമ്മ പാപമോചനം തേടാൻ ആത്മസംസ്കരണം തേടാൻ അവിടുന്ന് റബ്ബോട് ദുആ ചെയ്യണം ഉമ്മ എൻ്റെ പെങ്ങളെ നമ്മുടെ ഹൃദയങ്ങളിലെ കറകളെല്ലാം പടച്ച റബ്ബ് നീക്കം ചെയ്യണോ അവിടുന്ന് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ ഉമ്മ അവിടുന്ന് പാപങ്ങളെല്ലാം കറകളഞ്ഞതാകാൻ പാപക്കറകളെല്ലാം കഴുകിക്കളയാൻ റബ്ബോട് ദുആ ചെയ്യണം ഉമ്മമാരെ ഞാൻ പരിശുദ്ധമാകപ്പെട്ട റമളാൻ 2 സമയങ്ങൾ പറഞ്ഞു തരാം ആ 2 സമയങ്ങൾ നിങ്ങൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ റബ്ബോട് ദുആ ചെയ്താൽ ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്താൽ അല്ലാഹു തആല നിങ്ങളെ തട്ടൂല ഉമ്മ ആ 2 സമയം ഏതെന്നറിയോ ഒന്നാമത്തെ സമയം എൻ്റെ ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത് മറ്റുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടി നാം ജീവിതം മാറ്റിവെച്ചിട്ട് എൻ്റെ ഉമ്മമാരോടുള്ള പ്രത്യേക സ്നേഹം അതാണ് എൻ്റെ ഉമ്മമാരെല്ലാവരും മെഴുകുതിരികളാണ് മറ്റുള്ളവർക്ക് വേണ്ടി എഴുകുതീരുന്ന മറ്റുള്ളവർക്ക് വേണ്ടി കത്തിത്തീരുന്ന മെഴുകുതിരിയാണ് എൻ്റെ ഉമ്മ നമ്മുടെ ഉമ്മമാരെ അവസ്ഥ നമുക്കറിയില്ലേ നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കും പക്ഷേ വയറ് നിറച്ച് നാം ഭക്ഷണം കഴിക്കുമ്പോൾ നാം ഒരുപാട് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം ഉണ്ടാക്കിയ ഉമ്മ ഒന്ന് നാം വെച്ച് പോലും ഉണ്ടാകില്ല ആ ഉമ്മ പോലും ഭക്ഷണം കഴിച്ചുണ്ടാകില്ല നമ്മൾ കഴിച്ചിട്ട് ബാക്കിയുണ്ടോ ആ ഉമ്മക്ക് അത് മതി അതാണ് എൻ്റെ ഉമ്മമാരുടെ അവസ്ഥ അതുകൊണ്ട് എൻ്റെ ഉമ്മ പാതിരാത്രി സമയത്ത് എഴുന്നേറ്റുകൊണ്ട് അത്താഴത്തിന് വേണ്ടി ബാക്കിയുള്ളവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്യാൻ മറക്കല്ല പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്ന ഒന്നാമത്തെ സമയം അതാണ് പാതിരാത്രി സമയത്ത് നാം എഴുന്നേറ്റിട്ട് എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ എൻ്റെ ഉമ്മമാർ എഴുന്നേറ്റിട്ട് ആ ഉമ്മമാർ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിക്കാൻ സമയം കിട്ടാറില്ല അതൊക്കെ ഒരു തൗഫീഖാണ് ആ സമയത്ത് കഴിഞ്ഞേക്കുമ്പോൾ ഉമ്മമാരെ ആദ്യം നിസ്കരിക്കുക എന്നിട്ട് ബാക്കിയുള്ള മതി ആദ്യം ആ സമയത്ത് 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് അവിടുന്ന് ഓരോടുത്ത് നമസ്കരിച്ച് റബ്ബിനോട് ആ സമയത്ത് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നാം പടച്ച റബ്ബിലേക്ക് കേറിച്ച് മടങ്ങുമ്പോൾ ആ സമയത്ത് ഇങ്ങനെ റബ്ബിന് തട്ടാൻ തോന്നുന്നു ചിന്തിച്ചു നോക്കി പടച്ച റബ്ബ് ചോദിക്കാണ് എന്നോട് ചോദിച്ചോ ഞാൻ മറുപടി തരാം അസ്അലൂനി അസ്തജിബ് ലക്കും നിങ്ങൾ എന്നോട് ചോദിച്ചോളി ഞാൻ തരാം നിങ്ങൾക്ക് നമ്മൾ നാട്ടിലൊരു പൈസക്കാരുണ്ടെങ്കിൽ അവരോട് പോയി ചോദിക്കുകയാണ് എനിക്ക് ഇന്നെ തരണം എന്ന് പറയുമ്പോൾ അവരോട് പറയാൻ എന്താണ് അവർക്ക് ആദ്യം തരും രണ്ടാമതും തരും പിന്നെയും ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കൊരു മടി ഉണ്ടാവും പടച്ച റബ്ബിൽ അങ്ങനെയല്ല ചോദിക്കുമ്പോൾ ഇഷ്ടം കൂടെ ചെയ്യാം അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള ഒരു ഉമ്മമാരെ നമ്മളെ മക്കൾക്ക് വേണ്ടി ചോദിക്കുക നിങ്ങളെ കാര്യം സലാമത്താക്കി പോയാൽ പോരാ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ നന്നാക്കി തരുമാറാവട്ടെ എൻ്റെ പ്രിയമുള്ളവരെ രണ്ടാമത്തെ സമയം എല്ലാവരും പകൽ മുഴുവൻ പട്ടിണി കിടന്നിട്ട് എൻ്റെ ഉമ്മമാർ ഉച്ചക്ക് തുടങ്ങുന്ന പണിയാണ് ഉച്ചക്ക് തുടങ്ങും രാത്രി ഉറക്കല്ല പകൽ ഉറക്കല്ല അങ്ങനെ ഉച്ചക്ക് തുടങ്ങി ഇങ്ങനെ പണിയെടുത്ത് ഭക്ഷണം ഉണ്ടാക്കി അവസാനം മഗ്‌രിബ് ബാങ്ക് കൊടുക്കാൻ ആ സമയമുണ്ടല്ലോ ആ സമയത്ത് നിങ്ങൾ അടുക്കളയിലായിരിക്കും ആ സമയത്ത് അടുക്കളയിൽ നിന്ന് ദുആ ചെയ്തു അടുക്കളയിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യും ബാക്കിയുള്ളവർക്ക് ഒന്ന് ഇരുന്ന് കഴിച്ചു പോയാൽ മതി പക്ഷേ നിങ്ങൾക്കാണ് പണി പക്ഷേ ആ സമയത്ത് നിങ്ങളുടെ ദുആ ഉണ്ടല്ലോ ആ സമയത്ത് അല്ലാഹു തആല തട്ടൂല എന്ന് ത്വാഹാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത് 2 സമയമാണ് ഒന്ന് നോമ്പ് തുറക്കുന്ന സമയം ഒന്ന് അത്താഴ സമയമാണ് ആ സമയത്ത് അല്ലാഹു തആല ആകാശത്തേക്ക് ഇറങ്ങി വരും എൻ്റെ പ്രിയമുള്ളവർ ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നതിന് നമുക്ക് ദുആ ചെയ്ത് പിരിയേണ്ടതുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വീകരിക്കുമാറാവട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടെ സ്വാലിഹായ സൽക്കർമ്മം സ്വീകരിക്കുമാറാവട്ടെ എൻ്റെ പ്രിയമുള്ളവർ അല്പം തേനുണ്ട് 150 രൂപയാണ് 150 രൂപയുടെ തേനാണ്
അള്ളാഹു സുബ്ഹാനഹു വ തആല നാം കേട്ടതും എല്ലാ കേട്ട കാര്യങ്ങളും അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. വെറും കേട്ട് മറ്റേ ചെവികളെ വിടാനല്ല പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത എല്ലാ അമലുകളും സ്വീകരിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയമുള്ളവർ, കേട്ടൊക്കെ ജീവിതത്തിൽ പകർത്തണം. ഈ വിനീതന് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം. ഞാൻ നിങ്ങളെപ്പോലെ ഒരു മുത്താലിമാണ് ഇപ്പോഴും. എൻ്റെ പ്രിയമുള്ളവരെ എല്ലാവരും ദുആ ചെയ്യണം. 4 തേൻകുപ്പികളുണ്ട്. 150 രൂപയാണ് വില പറയുന്നത്. ഈ SKSFൻ്റെ കുട്ടികൾ നമുക്ക് വേണ്ടി പ്രയത്നിക്കുമ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന, നമുക്ക് വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ട് അവർ ത്യാഗങ്ങൾ സഹിച്ചിട്ട് ചെയ്യുന്നതാണ് SKSF എന്ന് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല എൻ്റെ പ്രിയമുള്ളവർ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 4 തേൻകുപ്പി ആരെങ്കിലും പറയും, 4 തേൻകുപ്പി ഒന്നിന് 150 രൂപ വെച്ചിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. പിന്നെ സഹചാരി എന്ന് പറഞ്ഞാൽ SKSFൻ്റെ മറ്റൊരു വിഭാഗമാണ് സഹചാരി. അതായത് ഒരുപാട് രോഗം എപ്പോഴാണ് ആർക്ക് എപ്പോഴാണ് വരാമെന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. എൻ്റെ പ്രിയമുള്ളവർ, ആ സഹചാരിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് സഹകരിക്കണം. ഒരുപാട് കൊടുക്കണോ ഞങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഒരുപാട് സ്വതക്ക കൊടുക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കൊടുക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. എത്രത്തോളം കൊടുക്കണം അത്രത്തോളം കൊടുക്കണം. പരിശുദ്ധ റമദാനാണ്. ഒരൊറ്റ ഉറുപ്പ്യ കൊടുത്താൽ, നിങ്ങൾ ചിന്തിക്കണം, ഒരൊറ്റ ഉറുപ്പ്യ കൊടുത്താൽ 70 ഉറുപ്പ്യയുടെ പ്രതിഫലം. അങ്ങനെ ഒരു 100 ഉറുപ്പ്യ കൊടുത്താലോ എത്ര പ്രതിഫലം ചിന്തിച്ചു നോക്കണം. എൻ്റെ പ്രിയമുള്ളവർ, 7000 ഉറുപ്പ്യയുടെ പ്രതിഫലമാണ്. അങ്ങനെ കൂടി ഒരൊറ്റ പ്രതിഫലത്തിലേക്ക്, ഒരൊറ്റ നന്മക്ക് വേണ്ടി 70 ഇരട്ടി പ്രതിഫലമുള്ള പരിശുദ്ധ റമദാൻ കഴിഞ്ഞിട്ട് പിന്നെ കൊടുക്കാനുണ്ടാവും. പക്ഷെ റമദാനിന് കൊടുക്കണം. സഹചാരി എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവർ, ഒരുപാട് രോഗികൾക്ക്, ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരുപാട് രോഗികളുണ്ട്. നാമൊന്നും കാണാത്ത, നമ്മൊന്നും അനുഭവിക്കാത്ത രോഗങ്ങൾ നമ്മുടെ ഇടയിൽ ഒരുപാട് രോഗികളുണ്ട്. അല്ലാഹു തആല എല്ലാം പരിപൂർണ്ണ ശിഫ നൽകട്ടെ. അല്ലാഹു തആല വലിയ രോഗങ്ങൾ കൊണ്ട് കാത്തുരക്ഷിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയമുള്ളവർ, ആ സഹചാരിക്ക് വേണ്ടി നിങ്ങൾ കനിയണം. എൻ്റെ സഹചാരിക്ക് വേണ്ടി കനിയണം. SKSFൻ്റെ മക്കളാണ്. അവർക്ക് കൊടുക്കാൻ ആരുമില്ല, നിങ്ങളെ ഉള്ളൂ. എൻ്റെ പ്രിയമുള്ളവർ, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. ആ സമയത്ത് നിങ്ങൾ കൂട്ടുപിടിക്കണം സഹചാരിക്ക് വേണ്ടിയിട്ട്. അവിടെ കവറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് കൊണ്ടുപോയിട്ട് നാളെ അടുത്ത ക്ലാസ്സിന് ഇൻഷാ അല്ലാഹ് 5 മാർച്ച് 5 ഫായിസ് മുസ്ലിയാർ വള്ളിക്കുന്ന അവരുടെ ക്ലാസ് ഉണ്ട്. അവിടെ നിന്ന് കൊടുക്കണം ഇൻഷാ അല്ലാഹ്. ആ ക്ലാസ്സിന് വരുമ്പോൾ എല്ലാവരും നല്ലോണം കൊണ്ടുവരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നല്ലോണം കൊടുക്കണം. കൊടുത്തൊന്നും വെറുതാവില്ല. ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സദസ്സിൽ നിന്നൊരിക്കൽ അബൂബക്കർ തങ്ങളോട് പറയുകയാണ്. അവിടുന്ന് അബൂബക്കർ തങ്ങളെ കുറിച്ച് നബി തങ്ങളെ പറയുകയാണ്. ഒരു സദസ്സിൽ നിന്ന് പറയുന്നു, അബൂബക്കർ തങ്ങളുടെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ ഒരാളുടെ സമ്പത്ത് ഈ ദുനിയാവിൽ എനിക്ക് ഉപകാരപ്പെട്ടില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുമ്പോൾ അബൂബക്കർ തങ്ങൾ കരയാ. അബൂബക്കർ തങ്ങൾ കരയാ. അവിടുന്ന് നബിയോട് ചോദിച്ചു, എന്ത് നബി ഞാനെന്താ തന്നെ? അവിടുന്ന് അബൂബക്കർ തങ്ങളെ, ഉമർ തങ്ങൾ പോലും ഒരുപാട് പ്രാവശ്യം അബൂബക്കർ തങ്ങളെ മറികടക്കാൻ നോക്കിയിട്ട് സ്വതക്കൻ്റെ വിഷയത്തിൽ കഴിഞ്ഞില്ല. സ്വഹാബക്കൊക്കെ മത്സരേനോ. അവിടുന്ന് അബൂബക്കർ തങ്ങളെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞപ്പോൾ അബൂബക്കർ തങ്ങൾ പറയാൻ, നബിയെ എന്ത് ഞാനെൻ്റെ സമ്പത്ത് നിങ്ങൾക്കുള്ളല്ലേ, വേറെ ആൾക്കാർ നബിക്കെന്തിനാ സമ്പത്തിൻ്റെ ആവശ്യം? അതായത് ദീൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ SKSFൻ്റെ കുട്ടികളെ ഇവിടെ നടത്തുന്ന സഹചാരി പിരിവാണ്. എൻ്റെ പ്രിയമുള്ളവരെ, സഹചാരി ആർക്കും വേണ്ടിയിട്ടാണ്? നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് രോഗങ്ങൾ അനുഭവിച്ച്, ഒരുപാട് കടക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ത്യാഗത്തിൻ്റെ സ്മരണയാണ് സഹചാരി. അവർക്ക് ഒരുപാട് പുണ്യങ്ങൾ ചെയ്യുന്ന സഹചാരിയാണ് പരിശുദ്ധ റമദാൻ നാം ചെയ്യുന്ന എല്ലാ അമലുകളും അല്ലാഹു സുബ്ഹാനഹു സ്വീകരിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നല്ലൊരു കുറയാതെ നല്ലൊരു സംഖ്യനെ അതിലേക്ക് കൊടുത്ത് നിങ്ങൾ സഹകരിക്കണം. ഒന്നും നിങ്ങൾക്ക് വെറുതെ ആകൂല ഇൻഷാ അല്ലാഹ്. നമുക്ക് ദുആ ചെയ്ത് പിരിയേണ്ട സമയമായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആദരിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയമുള്ളവർ, ഞാൻ ഇന്ന് ഇറങ്ങുന്ന സമയത്ത്, ഞാൻ എൻ്റെ വീട്ടിൽ മലപ്പുറത്ത് തൃപ്പനച്ചിയാണ് എൻ്റെ വീട്. അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ മൂത്തമ്മാനെ ഞാൻ കണ്ടു. മൂത്തമ്മാരെ നല്ല കരച്ചിലാണ്. ഞാൻ എന്താ വിഷയം എന്താ ചോദിച്ചപ്പോൾ മൂത്തമ്മ, എന്നും ഞാൻ അങ്ങനെ എവിടേക്ക് ഇറങ്ങുന്ന സമയത്തല്ലോ മൂത്തമ്മ ചിരിച്ചു എന്ന് സന്തോഷത്തോടെ എന്ന് പറഞ്ഞേക്കണം. മൂത്തമ്മ അന്ന് കരച്ചിലാണ്. എന്തേ കരഞ്ഞെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവിടുന്ന് മൂത്തമ്മ കരയാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറയുന്നു, എൻ്റെ 2 മക്കൾ ദുബായിലാണ്, എൻ്റെ ഭർത്താവ് കുവൈത്തിലാണ്. അവിടെയൊക്കെ ഇന്നലെ പോലും അവർ ഫോൺ വിളിച്ചപ്പോൾ പറയത്രേ, വീടിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. വീടിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ഒരു മിസൈൽ ഇങ്ങനെ പോലെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവർ, അതിൻ്റെ ദയനീയാവസ്ഥ മനസ്സിലാക്കണം. അതിൻ്റെ ഗൗരവം നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ തീർക്കണ്ടാവും. എൻ്റെ അമ്മമാരെ പല ഭർത്താക്കന്മാരും പല മക്കളും ചിന്തിച്ചു നോക്കണം. നമ്മളെ മക്കളൊക്കെ അവിടെ ദുബായിൽ, ഗൾഫിൽ
ഗൾഫ് രാജ്യങ്ങൾ വളരെ ആശങ്കയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ പ്രയാസവും നീ തീർത്തു തരണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് അല്പം ദിക്ർ ചൊല്ലണം, നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ജദ്ദിദു ഈമാനകും വനഫിറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വകാഫി മസീദാ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഉസ്ലി ഫിൽ ഖംസിൽ സവാബി മാ ഖറഅനാഹു മിനൽ ഖുർആനിൽ അദീം ബഅദൽ ഖബൂൽ മിന്നാ വലില്ലാ ഹദറത്തി റൂഹി നബിയിനാ വസയ്യിദിനാ മുസ്തഫാനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഹദറാത്തി സായിരി ജമീഇ അംബിയാ വൗലിയാ ഇസ്മാഈൽ വശുഹദാഇ വസിദ്ദീഖീൻ യാ റബ്ബൽ ആലമീൻ വഇലാ ഹദറാത്തി മൻ നാതു മിൻ ഖാലിബിനാ മിൻ അസ്തിഖാഇനാ വമിൻ മുഹിബ്ബിനാ വമിൻ ഔസാനാ ബിദുആ. اللهم بجد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كرامات لديك. اللهم بحقهم بجاههم يسر عسيرنا وسهل امورنا وفرج كروبنا واشف مرضانا وارحم موتانا انك على كل شيء قدير. ارحم الراحمين سيدا يا الله. اللهم ഞങ്ങളൊരുമിച്ച് കൂടി നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ ഉമ്മമാരെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളോതിന്റെ മിസ്ല സവാബിൻ മുത്തനബിയുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞതിൻ്റെ ഇവിടെ ചെല്ലി പറഞ്ഞതിൻ്റെ ഓരോ ദിക്റുകളുടെ ഞങ്ങളെ ഇൽമിൻ്റെ മജ്‌ലിസിൻ്റെയോ മിസ്ല സവാബിനെ മുത്തനബിയുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. എല്ലാ അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹീങ്ങളുടെ ശുഹദാക്കളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഈ വള്ളിക്കുന്നുള്ള ഓരോ ഉമ്മമാരിൽ നിന്നും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും ഇന്ന് ആറടി മണ്ണിലാണ് അല്ലാഹ്. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും ഇന്ന് ആറടി മണ്ണിലാണ് അല്ലാഹ്. അല്ലാഹുവേ അവരുടെ ഖബറും നീ വിശാലമാക്കണേ അല്ലാഹ്. കഴിഞ്ഞ റമളാൻ ഞങ്ങളോടൊപ്പമുള്ള പലരും ഇന്ന് ആറടി മണ്ണിലാണ് അല്ലാഹ്. റഹ്മാനായ റബ്ബേ അവരോട് നീ കരുണ കാണിക്കണേ അല്ലാഹ്. റഹ്മാനേ റഹ്മത്തിന്റെ പത്ത് ഞങ്ങളോട് വിട പറഞ്ഞു, മഗ്ഫിറത്തിന്റെ പത്ത് ഞങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അല്ലാഹുവേ പരിപൂർണ്ണ റഹ്മത്ത് ലഭിച്ച സത്യവിശ്വാസികൾ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പരിപൂർണ്ണ റഹ്മത്ത് ലഭിച്ചവർ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ റഹ്മത്തിന്റെ പത്ത് ഞങ്ങളോട് വിട പറയുമ്പോൾ പഠിച്ചവനെ പല ഭാഗത്തും പൊട്ടുകയാണ്, പല ഭാഗത്തും ദുബായില് ഒരുപാട് അതുപോലെ സ്ഥലങ്ങളിൽ സൗദിയിൽ അല്ലാഹുവേ ബഹ്റൈനിൽ ഖത്തറിലെല്ലാം അല്ലാഹുവേ യുദ്ധവിമാനങ്ങൾ പോയി പൊട്ടുകയാണ്. പഠിച്ചവനെ അല്ലാഹുവേ നീ ഞങ്ങളുടെ സഹോദരന്മാരെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നമ്മുടെ കണ്ണുനീര് കണ്ടപ്പോൾ വല്ലാതെ സങ്കടമായി. റബ്ബേ ഒരു കുടുംബം മുഴുവൻ എവിടെയാണ് അല്ലാഹുവേ, അവർക്കെല്ലാം നീ രക്ഷ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ മുസ്ലിം ഉമ്മത്തിന് നീ റാഹത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ വീടും പറമ്പും വിട്ടിട്ട് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ട് വിദൂരത്ത് പോയി വിദേശത്ത് പോയി ജോലി ചെയ്യുമ്പോൾ അവിടെ ജീവിക്കാൻ സമാധാനമില്ലാത്ത അവസ്ഥയാണ് അല്ലാഹ്. അല്ലാഹുവേ എൻ്റെ സഹോദരന്മാർക്ക് നീ സമാധാനം നൽകണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നീ സമാധാനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റാഹത്ത് നൽകണേ അല്ലാഹ്. പഠിച്ചവനെ ഒരു പ്രയാസവും നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ അല്ലാഹുവിൻ്റെ കൂമ്പും പൊട്ടിയിട്ട് അവർ മരിച്ചു എന്ന വാർത്ത ഞങ്ങളുടെ ചെവിയിൽ നീ കേൾപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ അങ്ങനെയുള്ളൊരു വാർത്ത ഞങ്ങളുടെ ചെവിയിൽ കേൾപ്പിക്കല്ലേ അല്ലാഹ്. കുടുംബങ്ങളെ കണ്ടിട്ട് ഒരുപാട് ദിവസമായി. റഹ്മാനായ അല്ലാഹ് യാ നാസിർ യാ അല്ലാഹ് മുസ്ലിമീങ്ങളെ സഹായിക്കണേ അല്ലാഹ്. മുസ്ലിമീങ്ങളെ സഹായിക്കണേ അല്ലാഹ്. നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളെ പരിശുദ്ധ റമളാനിൽ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. എപ്പോഴാണ് പോലും ബോംബ് വിമാനങ്ങളെ മിസൈലുകൾ വന്ന് സ്വന്തം വീടിൻ്റെ മേലെ പതിക്കുന്നത്. അല്ലാഹുവേ ഇന്നലെ എപ്പോഴും
പരാജയപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനെ അഹങ്കാരം മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. നീയാണല്ല ലോകത്തിന്റെ രക്ഷിതാവ്, ഖഹാറായ അല്ലാഹ്. ലോകം അടക്കി ഭരിക്കുന്നവൻ നീയാണല്ലോ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മുസ്ലിം സമുദായത്തിന് നീ കാവൽ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പഠിച്ചവരെ എന്ത് പറഞ്ഞാലും മുസ്ലിങ്ങളാണ്. അല്ലാഹുവേ, സമാധാനമില്ലാത്ത ജീവിതമാണ് ലോകത്തിൽ നിന്ന്. മുസ്ലിമീങ്ങൾക്ക് രക്ഷ നൽകണേ അല്ലാഹ്. ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ അത് തടികളിൽ നിന്ന് പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നത് പോലെ ആർത്തിയോടുകൂടെ നാലു ഭാഗത്തു നിന്നും ഇസ്ലാമിനെ ആക്രമിക്കാൻ കടന്നു വരുമ്പോൾ റബ്ബേ, മുത്തുനബി തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഇന്ന് പൊലിയുകയാണ് റബ്ബേ. അതിൻ്റെ എല്ലാത്തിനും ഉദാഹരണമാണ് റബ്ബേ. എല്ലാം ഇന്ന് നേരെ വെളുക്കുമ്പോൾ പൊലിയുകയാണ് അല്ലാഹ്. റബ്ബേ, മുസ്ലിങ്ങളെ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ മക്കളെ നീ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹു, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അല്ലാഹു, ഞങ്ങളുടെ മരണപ്പെട്ടു പോയവരുണ്ട്. അല്ലാഹു, അവിടെ ഖബറിടം നീ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പ്രത്യേകിച്ച് റഹ്മാനായ റബ്ബേ, ഇതിന്റെ കൂട്ടുകാരൻ കഴിഞ്ഞ വർഷം നിന്ന് വിട പറഞ്ഞു. അല്ലാഹു, ആക്സിഡന്റിൽ ഇർഫാൻ എന്ന ഹാഫിദ് ഇർഫാൻ എന്ന കൂട്ടുകാരനാണ്. പഠിച്ച റബ്ബേ, ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവേ, അവൻ്റെയും ഞങ്ങളിൽ നിന്ന് ആരൊക്കെ മരണപ്പെടുമോ എല്ലാവരുടെയും ഖബറും നീ സ്വർഗമാക്കണേ അല്ലാഹ്. സ്വർഗത്തിന്റെ എല്ലാ അനുഭൂതികളും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ നാട്ടിലെ ചെറുപ്പക്കാർ പള്ളിക്കുഞ്ഞി യൂണിറ്റിന്റെ അല്ലാഹുവേ, ഓരോ ചെറുപ്പക്കാർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ദീനെ വളർത്താൻ വേണ്ടിയിട്ടില്ല പാടുപെടുകയാണ് റഹ്മാനായ റബ്ബേ. അല്ലാഹുവേ, അവർക്കെല്ലാം ആരോഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, സങ്കടങ്ങളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല അവർ ചെയ്യുന്നത്, ആത്മാർത്ഥത കൊണ്ടാണ് റബ്ബേ. അല്ലാഹുവേ, ഒരു രൂപ പോലും അവർക്ക് മെച്ചമില്ല അല്ലാഹ്. റഹ്മാനേ, നിന്റെ പ്രീതിയല്ലാതെ അല്ലാഹുവേ, ദുആയില്ലാതെ പ്രതീക്ഷിക്കുന്നില്ല. അല്ലാഹുവേ, മക്കളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. SKSന്റെ ചോളക്കുട്ടികളെ നീ ഏറ്റെടുക്കണേ റബ്ബേ. അല്ലാഹുവേ, നാട്ടിൽ ഒരുപാട് സൽപ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ അവർക്ക് നീ ഊർജ്ജം നൽകണേ അല്ലാഹ്. ആത്മവിശ്വാസം നൽകണേ തമ്പുരാനേ. അല്ലാഹുവേ, പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നാളത്തെ സഹചാരിയുടെ പിരിവിലേക്ക് ഇത്ര അമ്മമാരെ സഹായിക്കുമെന്നറിയില്ല റഹ്മാനേ. അല്ലാഹുവേ, പാവങ്ങളായ രോഗികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹുവേ. അതിനു വേണ്ടി സഹായിക്കുന്നവരെ നീ ഒരിക്കലും ഒരു രോഗവും നൽകല്ലേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗമുള്ളവരുണ്ട് റഹ്മാനെ, ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അല്ലാഹ്. പരിശുദ്ധ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, പടച്ചവനേ, ഈ നാട്ടിൽ നീ ആരോഗ്യം നൽകണേ അല്ലാഹ്. നാട്ടുകാർക്ക് നീ ഐശ്വര്യം പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഖൈറിന്റെ വാതായനങ്ങൾ നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾക്ക് മാറ്റി കൊടുക്കണേ അല്ലാഹ്. വിഷമങ്ങളൊക്കെ ദൂരീകരിക്കണേ റഹ്മാനെ. അല്ലാഹു, ഉമ്മമാരെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. സ്നേഹമുള്ള ഉമ്മമാരാണ് അല്ലാഹ്. ഈ ബന്ധം നീ നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തി കൊടുക്കണേ റബ്ബേ. റഹ്മാനായ റബ്ബേ, നാളെ സ്വർഗത്തിലേക്ക് കടക്കാൻ ഈ സദസ്സൊരു കാരണമാക്കണേ അല്ലാഹ്. അല്ലാഹു, ഞങ്ങളെ മക്കളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സ്വാലിഹീങ്ങളായ മക്കളാക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, മക്കളെ കൊണ്ട് മാനം കെടുന്ന അവസ്ഥയെ തൊട്ട് നീ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലാഹ്. അവർ ഉദ്ദേശിക്കുന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു, സ്വാലിഹീങ്ങളായ ഉദ്ദേശിക്കുന്ന മക്കളെ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു, ഈ കൂട്ടത്തിൽ വിവാഹപ്രായമെത്തിയ ഉമ്മമാരുണ്ട്, വിവാഹപ്രായമെത്തിയ സഹോദരന്മാരുണ്ട് റഹ്മാനെ. സ്വാലിഹീങ്ങളായ ഇണകളെ കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, സ്വാലിഹീങ്ങളായ ഇണകളെ കൊടുക്കണേ അല്ലാഹ്. പ്രയപടച്ചവനയുടെ പ്രയാസങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് കടങ്ങളുള്ളവരുണ്ട് റഹ്മാനെ, കടങ്ങളെല്ലാം വീട്ടി കൊടുക്കണേ അല്ലാഹ്. ഖൈറിന്റെ വാതായനങ്ങൾ നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. എല്ലാ ശർറിന്റെ കവാടങ്ങളും നീ കൊട്ടിയടക്കണേ തമ്പുരാനെ. ഖൈറിന്റെ എല്ലാ വഴികളും നീ എളുപ്പമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇൽമ പഠിക്കുന്നവരുണ്ട്, അവരുടെ ഇൽമിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്.
കാത്തിരക്ഷിക്കണേ റബ്ബേ. അല്ലാഹു ഒരുപാട് ചോദിക്കണമുണ്ട്. ഖൈർ മുഴുവൻ നൽകണേ അല്ലാ. റമളാൻ അനുകൂലമാക്കണേ അല്ലാ, പ്രതികൂലമാക്കല്ലേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഈ പരിശുദ്ധ റമളാനിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ, സുഹൃതങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, റമളാൻ പിരിയുമ്പോൾ ആത്മസംസ്കരണത്തോടുകൂടെ, ആത്മസംസ്കരണത്തിന്റെ പരിശുദ്ധ റമളാൻ എന്ന് പറയുമ്പോൾ അല്ലാഹുവേ, ആത്മസംസ്കരണമായി തൗബ ചെയ്ത് മടങ്ങാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയം നിഷ്കളങ്കമായ പിഞ്ചു പൈതലിന്റെ ഹൃദയം പോലെ ആക്കണേ അല്ലാ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി ജീവിതത്തിൽ. റഹ്മാനായ സഅലബാന്റെ ചരിത്രം ഞങ്ങൾ കേട്ടോ, മാഷിതാവിയുടെ ചരിത്രം ഞങ്ങൾ കേട്ടോ. അല്ലാഹുവേ, സഅലബാദങ്ങളുടെ കൂടെ മാഷിതാവിയുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാ. നരകത്തിൽ നിന്ന് ദൂരത്താക്കണേ അല്ലാ. അല്ലാഹുവേ, പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا وصلاتنا وصيامنا وركوعنا وسجودنا وتراويحنا وتب علينا إنك أنت التواب الرحيم. وتب علينا إنك أنت التواب الرحيم. وتب علينا إنك أنت التواب الرحيم. واغفر لنا ورحمنا يا غافر المذنبين. اللهم اجعلنا ممن رضي عنه شهر رمضان ولا تجعلنا ممن خصمه شهر رمضان. اللهم اجعلنا هذا الشهر العظيم شاهدا لنا لا شاهدا علينا، واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب والدينا من الديون والمظالم والفتن والنار. آمين آمين بعنوان رحمتك يا أرحم الراحمين. أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة وأعوذ بك من النار. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم اغفر لنا ذنوبنا يا رب العالمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. وصل على جميع أنبياء المرسلين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത പരിപാടി മാർച്ച് 5 വ്യാഴാഴ്ച ഫായിസ് മുസ്ലിയാർ പള്ളിക്കുന്ന അവർകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പങ്കെടുക്കുന്ന അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ദുനിയാവിൻ്റെ എല്ലാ അമലുകളും സ്വീകരിച്ചുകൊണ്ട് അവസാനം ആഖിറത്തിലേക്ക് കടന്നു പോകാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം. എൻ്റെ പഠനത്തിലൊക്കെ ബറക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ട് ഇൻഷാ ബാക്കി അതിനാണ് ലാസ്റ്റ് വർഷമാണ്. അവിടെയൊക്കെ വിജയിച്ച് വാക്കവലിയായി ഇറങ്ങി നല്ലൊരു ജീവിതം റാഹത്തായി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ദുആ ചെയ്യുമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പിരിഞ്ഞു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസീക്കും ബിദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.